നമ്മുടെ ക്ലാസ് റൂമിൽ ചേരുകയാണ്. ICF നേതാവ്, ഇന്ന് കാന്തപുരം വിട്ടുപോന്ന ICF നേതാവ് ഇന്ന് ന്യൂസ് ഡെസ്കിൽ ബഹുമാനപ്പെട്ട KMS മൗലവിയുടെ കൂടെ നമുക്ക് മുമ്പിൽ എത്താൻ പോവുകയാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട ICF അല്ലേ, RSS എന്തായാലും കണക്കാം. ഏതായാലും അധികം താമസിയാതെ അദ്ദേഹം എത്തിച്ചേർന്ന ഉടൻ തന്നെ അദ്ദേഹത്തിന് മൈക്ക് കൈമാറുകയും ചെയ്യും എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉണർത്തുകയാണ്. അതിനു മുമ്പായി പ്രിയപ്പെട്ട അലവി സഖാഫി നമ്മോട് കൂടെ ചേരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. ഏതായാലും അലവി സഖാഫി വരുമ്പോൾ ആദ്യം അദ്ദേഹത്തിന് മൈക്ക് കൈമാറിയ ശേഷമായിരിക്കും പുതിയതായി വിട്ടുവന്ന ഈ സുഹൃത്തിന് മൈക്ക് കൈമാറുക എന്നുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉണർത്തുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദ് MT അബൂബക്കർ ദാരിമി അവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച ആ വിഷയ സംബന്ധിയായി ഒരു ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ കഴിയാത്ത അത്ര മനോഹരമായി ബഹുമാനപ്പെട്ട MT ഉസ്താദ് അവറുകൾ നമ്മെ ബോധ്യപ്പെടുത്തി. സാധാരണഗതിയിൽ 100 ചോദ്യങ്ങളുമായി രംഗത്തുണ്ടാവുന്ന ആളുകൾ വിഷയസംബന്ധമായ ഒരു ചോദ്യവും ചോദിക്കാൻ കഴിയാതെ അവസാനം ഇത് തെറ്റാണെന്നും വലിയ മോശമാണെന്നും ഒക്കെ മനസ്സിലാക്കി, അത് തെറ്റല്ല എന്ന് മനസ്സിലാക്കിയിരുന്ന ആളുകൾ ഇത് തെറ്റാണ്, തെറ്റായ വാദമാണ് എന്ന് കൃത്യമായി വെളിവായപ്പോ ഇനി അവരെ എവിടെ നിർത്തണം എന്നിടത്തേക്കായി ചർച്ച. ഇനി അവരെ എവിടെ നിർത്തണം? മുബത്തദിന്റെ കൂട്ടത്തിൽ നിർത്തണോ, മുർത്തദിന്റെ കൂട്ടത്തിലേക്കാക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചർച്ചകളിലേക്ക് നീണ്ടുപോയി എന്നല്ലാതെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നേര് ആരോപിക്കാൻ ആരാലും സാധ്യമല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി. ഇന്ന് നൗഷാദ് ഹസനി കുറ്റ്യാടിയിൽ നേരിട്ട് പോയി അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ നമ്മൾ കേട്ടു. ഇന്നലത്തെ ചർച്ച എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി. ബഹുമാനപ്പെട്ട ഉസ്താദ് MT അബൂബക്കർ ദാരിമി നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ വളരെ സുദീർഘമായ വിഷയാവതരണം, അതിനുശേഷം നടന്ന ചർച്ചകളും വളരെ മനോഹരമായി ഇന്നലെ നമ്മളൊക്കെ കേട്ടു. പല ഗൂഗിൾ പണ്ഡിതന്മാരും എവിടെ ഒളിച്ചുപോയി എന്ന് പോലും നമ്മൾ പിന്നെ കണ്ടില്ല. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴല് ഉണ്ടാക്കാൻ വേണ്ടി നടന്നിരുന്ന ആളുകൾ അവസാനം നിഴല് കണ്ടെത്താൻ കഴിയാതെ വളരെ ഏറെ വിഷമിച്ചു പോയ ഒരു സന്ദർഭം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഇന്നലെ മനസ്സിലാക്കി. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിഴല് കാണാൻ സാധിക്കുന്നില്ല. വളരെ ഏറെ പണിപെട്ടിട്ടും അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴലിന്റെ ഒരു ഭാഗവും കാണാൻ കഴിയാതെ ഏറെ വിഷമിച്ചു പോയ ഒരവസ്ഥയാണ് സത്യത്തിൽ അവർക്കുണ്ടായത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചിട്ട് ആരും
അതൊക്കെ കണ്ട മഹാന്മാരായ ആളുകൾ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല എന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഹദീസുകളും അതുപോലെ തന്നെ ഇബാറത്തുകളും ബഹുമാനപ്പെട്ട ഉസ്താദ് MT അബൂബക്കർ ദാരിമി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഹസ്രത്ത് ബഹുമാനപ്പെട്ട തിർമിദി ഇമാം മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസും അതുപോലെ തന്നെ അല്ലാമ ജുസി അദ്ദേഹത്തിന്റെ കിതാബുൽ വഫയിൽ പറഞ്ഞതും ഇമാം നസാഫി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മദാരിക്കിൽ പറഞ്ഞതും ഇമാം ജലാലുദ്ദീൻ സുയൂത്തി അദ്ദേഹത്തിന്റെ ഖസായിസുൽ കുബ്രയിൽ പറഞ്ഞതും അങ്ങനെ തുടങ്ങി നിരവധി ഹദീസുകൾ ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് അറിയിച്ചു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അല്ലാമ ഖാളി ഇയാദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി, അതുപോലെ തന്നെ ഇമാം ബുർഹാനുദ്ദീനുൽ ഹലബി, അങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട ഇമാം റബ്ബാനി മുജദ്ദിദ് അൽ ഫസാനി തുടങ്ങി എത്രയോ മഹാന്മാരായ ആളുകൾ ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ ഹഖ് തുടങ്ങി എത്രയോ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ഒരിക്കലും കാണുകയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന എത്രയോ തെളിവുകൾ ഇവരൊക്കെ അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇന്നലെ പറഞ്ഞതും ഇനിയും പറയാനിരിക്കുന്നതുമായ എത്രയോ ഹദീസുകളും അതുപോലെ തന്നെ ഇബാറത്തുകളും നമുക്ക് മുമ്പിലുണ്ട്. പക്ഷെ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില സമയങ്ങളിൽ നൂറ് വെളിവാകുമായിരുന്നില്ല, അതുകൊണ്ട് നേലുണ്ടാകുമായിരുന്നു എന്ന് പറയുന്ന ഒരു ഹദീസുമില്ല. അവരാകെ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഹദീസുമായി ഐഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസുമായിട്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സാധാരണഗതിയിൽ ഈ ചർച്ച നടത്താറുള്ളത്. അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉച്ച സമയത്ത് ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആലാന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വരുമ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേല് കണ്ടു എന്ന് പറയുന്ന ഹദീസാണ്. നേല് കെട്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൂര്യനും ചന്ദ്രനെയും സൂര്യന്റെ പ്രകാശത്തിനും ചന്ദ്രന്റെ പ്രകാശത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നടക്കുന്ന സമയത്ത് നേലില്ല, അല്ലാതെ എല്ലാ സമയത്തും ഇല്ല എന്നല്ല. ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഉണ്ട് എന്നല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഇല്ല എന്നല്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറയണ്ടല്ലോ. അപ്പൊ ഈ ഇല്ല എന്ന് പറയുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും താഴെ നടക്കുന്ന സമയത്ത് മാത്രമാണ്. പക്ഷെ ഇവിടെ സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുമ്പോഴാണ് നേലുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഇല്ല എന്ന് പറഞ്ഞതോ അതും നടന്നു വരുമ്പോഴല്ല എന്ന് പറഞ്ഞത്. നടന്നു വരാൻ ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഈ തിരക്കേടുണ്ടായിരുന്നില്ല അല്ലെ. വരുന്നത് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് വരുന്നത് കണ്ടു. അപ്പൊ നേലുണ്ട്. അപ്പോ ആ വരുന്ന സമയത്ത് നേലുണ്ട് എന്ന് പറയുമ്പോൾ നടക്കുന്ന സമയത്ത് നേലുണ്ട് എന്നായില്ലേ. അപ്പൊ നടക്കുന്ന സമയത്ത് നേലില്ല എന്നും നിൽക്കുന്ന സമയത്താണ് നേല് എന്ന് പറഞ്ഞാലും അപ്പോ ഈ രണ്ട് ഹദീസും തമ്മിൽ പ്രശ്നങ്ങളാവുമല്ലോ. അപ്പൊ നേലല്ല കണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് സാധാരണഗതിയിൽ വേണ്ടത്. അല്ലാതെ നേലുണ്ടായിരുന്നു എന്നല്ല ബോധ്യപ്പെടേണ്ടത്. നേലില്ലായിരുന്നു എന്നാണ് അപ്പൊ ബോധ്യപ്പെടുക അല്ലേ. ഇവിടെയൊക്കെ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭീമാബദ്ധമാണ്.
ബഹുമാനപ്പെട്ട ഇമാമുകൾ പറഞ്ഞതിനപ്പുറത്ത് പറയുമ്പോൾ, ഹദീസുകൾക്ക് സ്വന്തം അർത്ഥം നൽകുമ്പോൾ, അല്ലെങ്കിൽ മഹാന്മാരായ ഇമാമുമാർ ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് വെച്ചുകൊണ്ട് ചർച്ച നടത്തുമ്പോൾ, സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയ മഹാന്മാരായ ഇമാമുമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലില്ല എന്ന് പറഞ്ഞവർ ഈ ഹദീസുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഹദീസിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടായിരുന്നു എന്ന് അവരാരും കണ്ടെത്തിയിട്ടില്ല. നേലിന്റെ ഒരു നേലാട്ടം പോലും അവരാരും കണ്ടെത്തിയിട്ടില്ല. ഇത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിനിടക്ക് നേലുണ്ടായിരുന്നു എന്ന് ആരും രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്നോ രണ്ടോ സമയത്ത് കണ്ടതൊഴികെ ബാക്കിയൊരു സമയത്തും ഇല്ലായിരുന്നു എന്നുമല്ല ആരും പറഞ്ഞത്. നേലേ ഉണ്ടായിരുന്നില്ല, നേല് ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടേ ഇല്ല എന്നർത്ഥത്തിൽ തന്നെയാണ് മഹാന്മാരൊക്കെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എത്രയോ ആളുകൾ പറഞ്ഞതിന്റെ തെളിവുകൾ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ അതുകൊണ്ട് ഈ ഒരു ആരോപണം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ന്യൂനത കൽപ്പിക്കാൻ വേണ്ടി ഏതോ ഗൂഢശ്രമത്തിന്റെ ഫലമായി, ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നേലുണ്ടായിരുന്നില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം അത് കത്തുകയില്ല എന്നും വീണാലും ഇട്ടാലും കത്തുകയില്ലെന്നും ഒക്കെ കൃത്യമായി പറയുന്ന ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട അലവി സഖാഫി അവറുകൾ തന്നെ നമ്മോട് പറയാൻ പോവുക. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇൻവൈറ്റ് ചെയ്യണം. അലവി സഖാഫി വലിയ തിരക്കുള്ള ഒരാളാണ്. മറ്റുള്ളവരെ പോലെ നമ്മുടെ ക്ലാസ് റൂമിൽ കൂടുതൽ സമയം ചെലവഴിപ്പിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തെ പെട്ടെന്ന് പറഞ്ഞേക്കണം. ഈ കാര്യം പറയും പോവുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തോടുള്ള ഗ്യാരണ്ടി. കൂടുതൽ സംസാരത്തിന് നമ്മളിവിടെ വകുപ്പ് ഇപ്പോൾ നമുക്കില്ല എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ് അത് സംബന്ധിച്ച്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആളുകളൊക്കെ ആയി എന്ന് പറഞ്ഞാൽ, ഇനി ആയിക്കോട്ടെ ഇനി വെക്കും എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൂടാരം വിട്ട ICF നേതാവ് നമ്മുടെ ന്യൂസ് ഡെസ്കിൽ ഇന്ന് ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി സമയം അനുവദിച്ചു കൊടുക്കേണ്ട വളരെ അത്യാവശ്യവും നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ അദ്ദേഹത്തെ വേഗം നമുക്ക് ഇവിടുന്ന് പിരിച്ചുവിടണം. കൂടുതൽ ഇരുത്തി ഈ ഒഴുകിയ വേളയിൽ അദ്ദേഹത്തിന്റെ ക്ഷമ പരിശോധിക്കുന്നത് ഒരു പണ്ഡിതന്മാരോട് ചെയ്യുന്ന ഒരു അദബകേടാണെന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞേക്കാം. അപ്പൊ അതുകൊണ്ട് വളരെ പെട്ടെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏതെങ്കിലും ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിലൊക്കെ അവരെ വിവരമൊന്ന് അറിയിപ്പിക്കുക. അലി സഖാഫി ഉടൻ നമ്മുടെ ക്ലാസ് റൂമിൽ അദ്ദേഹം 1-2 വാക്കുകൾ മാത്രം പറയാൻ പോവുകയാണ്. അത് പറഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ നമുക്ക് ഒഴിവാക്കണം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവരൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ എത്തിയാൽ നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ നമുക്ക് കേൾപ്പിക്കാം. കൂടുതലൊന്നും ഇനി അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കും നമുക്ക് സമയമില്ല എന്നുകൂടി ഉണർത്തി ഒരു 2-3 മിനിറ്റിന്റെ ഉള്ളിൽ ഇൻഷാ അള്ളാഹ് അദ്ദേഹം നമ്മെ അഭിസംബോധന ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ ഞാൻ അങ്ങനെ എപ്പോഴും ആലോചിക്കണ ഒരു കാര്യമാണ് ഇത്. കാരണം ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നേട് തരല്ലേ? നേലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേലുണ്ടോ? ലില്ല് എവിടെയും കാണുന്നുണ്ടോ? നേല് എവിടെയും കാണുന്നുണ്ടോ? ഷാഡോ എവിടെയും കാണുന്നുണ്ടോ? മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലും അടിക്കന്നെ ഗൂഗിൾ പാപ്പാനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേല് എന്ന് കണ്ടോ? നിങ്ങളെവിടെയും ലില്ല് എന്ന് കണ്ടോ? ഏതെങ്കിലും വല്ല നേല് കാണുമ്പോഴോ ഷാഡോ കാണുമ്പോഴോ വല്ല ചാടിപ്പിടിക്കുകയാണ്. അങ്ങനെ എല്ലാ നിലക്കും ഷാഡോ ലില്ല് നേല്, ഷാഡോ ലില്ല് നേല്, ഷാഡോ ലില്ല് നേല് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ ഗൂഗിൾ കഴിഞ്ഞാൽ യാഹു കഴിഞ്ഞാൽ ബിങ് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ സെർച്ച് എഞ്ചിനിലും മാറിയും മറിഞ്ഞും ഇവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നേല് കണ്ടെത്താൻ കഴിയില്ല എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. ഇപ്പോ ഇന്ന് അതിനുശേഷം നമ്മളെ സ്റ്റാർ ക്രസന്റിന് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ആൻഡ് എന്ന് പറഞ്ഞാല് നാണോ ഏനാണോ എന്ന് മാത്രം അദ്ദേഹത്തിന് ആകെ പറഞ്ഞുള്ളത്. ആൻഡ് തമാശക്ക് പ്രയോഗിക്കുകയാണ്, വേറെ ഒന്നും. ഇത് അമേരിക്കൻ ഇംഗ്ലീഷാണ്. ആരങ്ങോട്ട് പറഞ്ഞത്? എന്താ ലോകത്ത് മുഴുവൻ ഇത് വെബ്സൈറ്റിന്റെ അഡ്രസ് സെർച്ച് ചെയ്താൽ കിട്ടൂലേ? എവിടെ ഉണ്ടാക്കിയതാണ്? ആദ്യം അത് അമേരിക്കക്കാര് എഴുതി വിട്ടതാകണ്ടേ ഏറ്റവും ചുരുങ്ങിയത്. അത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ
ഇത് എവിടെ ഉണ്ടാക്കിയ പിന്നെ ഏത് കൺട്രിയിൽ നിന്ന് പിന്നെ പുറത്തുവിടുന്ന ലിങ്കാണ് എന്നറിയാൻ വളരെ നിഷ്പ്രയാസം കഴിയില്ലേ? അപ്പൊ അതൊക്കെ ആളുകളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാനും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു പദപ്രയോഗത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ട് എന്ന് കരുതിയിട്ട് ഇതിന്റെ അർത്ഥം വ്യത്യാസമൊന്നും വരുന്നില്ല, വലിയൊരു അർത്ഥ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. എന്നതിന് അതും ആ എന്നൊക്കെ അർത്ഥം വരുള്ളൂ. അല്ലേ? അല്ലാതെ വലിയൊരർത്ഥമൊന്നും അർത്ഥവ്യത്യാസമൊന്നും ഒരിക്കലും അവിടെ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതെ, ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ അൽ അസ്ഹരി ഉസ്താദ് എഴുതിയതുപോലെ വാ എന്നർത്ഥം ആൻഡ് എന്നതിന് പ്രയോഗിക്കുന്ന മറ്റൊരു വാക്കാണ്, അറബിയിൽ പ്രയോഗിക്കുന്ന വാക്കാണത് വാ. അപ്പൊ അതുപോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെ പല ശ്രമങ്ങളും നടത്തിയ ആളുകൾക്ക് ഇന്നലെ അവരാരുമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് പിന്നെ MT ദാരിമി വിഷയം അവതരിപ്പിച്ചപ്പോൾ ഇവരൊക്കെ ഏത് മാളത്തിൽ പോയി ഒളിഞ്ഞു എന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏത് മാളത്തിൽ അവർ ഒളിഞ്ഞു? പേരോടും പൊന്മളയും ഇനി ഈ വാദം അവർക്കുണ്ടെങ്കിലും ആ രംഗത്ത് വരാൻ അവർക്ക് ധൈര്യം കാണില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെയും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെയും ഞങ്ങൾ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ഈ വാദവുമായി രംഗത്ത് വരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇനി അത് പ്രസംഗിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഇനി ആ വാദം ആവർത്തിച്ചുകൊണ്ട് അത് പ്രസംഗിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു സംവാദത്തിന് തയ്യാറാകാൻ ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അറിയിക്കണം. കേരളത്തിൽ എവിടെ വെച്ചിട്ടാണെങ്കിലും അതല്ലെങ്കിൽ ഓൺലൈനിലോ ഓഫ്ലൈനോ ആയിട്ടാണെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ അതിന് തയ്യാറാണ് എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടൊരു ധാരണ, ഒറ്റയ്ക്ക് നമുക്ക് നോക്കാം, നിങ്ങളെ ക്ലാസ് റൂമുമായിട്ട് വരും അല്ലെങ്കിൽ സംഘടനയായിട്ട് വരും. എന്തത്ര വലിയ പേടി? സംഘടനയായിട്ട് വരും. നിങ്ങളെ സംഘടനയല്ലേ ഇപ്പോ സംവാദ വീരന്മാർ, സംവാദത്തിന് വേണ്ടി മാത്രം അല്ലേ, സംവാദത്തിന് വേണ്ടി മാത്രം ഉള്ള റൂമല്ലേ? അതെ, കളർ എന്ന് നോർമൽ സ്പെല്ലിംഗ്, ഇംഗ്ലീഷിലാവുമ്പോ യു ഉണ്ടാവില്ല, കളർ എന്ന് എഴുതും. പക്ഷെ അർത്ഥം ഒക്കെ ഒന്നാണ്, അർത്ഥമൊക്കെ ഒന്നാണ്. അതാണ് അതിന്റെ സത്യം. സ്പെല്ലിംഗിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അർത്ഥം ഒന്നായിരിക്കും. അമേരിക്കയിൽ കളർ എന്ന് പറഞ്ഞാലും ഇവിടെ കളർ എന്ന് പറഞ്ഞാലും നിറം എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ സ്പെല്ലിംഗിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ചിലപ്പോ. അത് ഓരോ നാട്ടിലും ഓരോ സ്പെല്ലിംഗിൽ ചില വ്യത്യാസമാണ്. ചിലയിടത്ത് ഉപയോഗത്തിൽ ചില വ്യത്യാസം ഉണ്ടാവും. വി ഇട്ടാല് എഫിന്റെ ഉച്ചാരണമുണ്ട്, ഫില്ലേജ് എന്ന് പറയും. ചില ഐ ഹാവ് ടു എന്നുള്ളത് ഐ ഹാവ് ടു ഡു ദാറ്റ് എന്നാണ്. ഐ ഹാവ് വീക്ക് എഫിന്റെ ഉച്ചാരണം, ആ ഉച്ചാരണത്തിനാണ്. അത് അറബിയിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അല്ലേ? അറബി ലോകത്തിലൊക്കെ ചില കാര്യങ്ങൾ ഉച്ചാരണമില്ല. അപ്പൊ നമ്മളവിടെ തന്നെ പല ഇന്ത്യയിൽ തന്നെ ഓതുന്ന ആളുകളില്ലേ അല്ലേ? അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആൾക്കാരില്ലേ? ഉച്ചാരണത്തിന് വ്യത്യാസം ഉണ്ടെങ്കിലും അത് സ്പെല്ലിങ്ങുകളിൽ എഴുതി അതിന്റെ ഉച്ചാരണത്തിന് വ്യത്യാസം ഉണ്ടെങ്കിലും അതല്ലെങ്കിൽ ചില അക്ഷരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിലും അർത്ഥത്തിന് വ്യത്യാസം ഉണ്ടാവാറില്ല. ഇത് എല്ലാവർക്കും കൃത്യമായി അറിയുന്നതല്ലേ? 4ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ച ഏതൊരു കുട്ടിക്കും ഇതിന്റെയൊക്കെ അർത്ഥം അറിയും. ആന്റിന്റെ അർത്ഥം അറിയാത്ത 4ാം ക്ലാസ് വരെ ഇന്ന് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല അല്ലേ? 4ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ച ഏതൊരാൾക്കും ആന്റിന്റെ അർത്ഥം അറിയില്ലേ? കൂടുതൽ ഇതിന് IAS ഒന്നും വാങ്ങണ്ടല്ലോ, ആന്റിന്റെ അർത്ഥം അറിയാൻ IAS വാങ്ങൊന്നും വേണ്ടല്ലോ, അല്ലെങ്കിൽ PhD എടുക്കൊന്നും വേണ്ടല്ലോ. ആന്റ് എന്നാണ് എന്താണ് അർത്ഥം അന്വേഷിക്കാൻ ആരെങ്കിലും PhD എടുക്കണോ? മൂപ്പര് പറയാം എന്താ സെറ്റ് പാസ്സായവരുണ്ടോ, മറ്റേത് പാസ്സായവരുണ്ടോ, എന്ത് പാസ്സായിട്ട് എന്താ അർത്ഥം വെക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നപ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർ നടന്നപ്പോഴല്ല, അതിന്റെ ചുവട്ടിൽ വന്നപ്പോഴുമില്ല എന്ന് പറഞ്ഞപ്പോ കുടുങ്ങിയില്ലേ? മുസ്ലിം പറ്റൂല, ക്രിസ്ത്യാനി വേണം. മുസ്ലിം പറ്റൂല, ക്രിസ്ത്യാനി വേണം. ആന്റിന്റെ അർത്ഥം വെക്കാൻ എന്തൊക്കെയായിരുന്നു പോലെ വീരവാദങ്ങള്. ബഹുമാനപ്പെട്ട ഉസ്താദ് MT അബൂബക്കർ ദാരിമിയാണ്ട് വിഷയം അവതരിപ്പിച്ചപ്പോ ഇബാറത്തുകളെ കൊണ്ട് അല്ലേ
ഒരു ഇബാറത്ത് കഴിയുമ്പോഴത്തിനടുത്ത ഇബാറത്ത്. പുട്ടില് തേങ്ങടുന്നത് പോലെ എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ വിശദീകരണങ്ങളെക്കാൾ കൂടുതൽ ഇബാറത്ത് കൊണ്ടായിരുന്നു, നെക്കല് കൊണ്ടായിരുന്നു നിങ്ങളുടെ അക്കലുകളെ, കുബുദ്ധികളെ അടക്കം ബഹുമാനപ്പെട്ട ഉസ്താദ് ഇന്നലെ നേരിട്ടത്. വെറും ഇബാറത്തുകൾ. ഒരു ഇബാറത്ത് കഴിയുമ്പോൾ അടുത്ത ഇബാറത്ത്, അടുത്ത ഇബാറത്ത് കഴിയുമ്പോൾ അടുത്ത ഇബാറത്ത്. പുട്ടിൽ തേങ്ങട്ട പോലെ എന്ന് പറയാം. അതിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടായിരുന്നു ഇന്നലെ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. അത് പല ആളുകൾക്കും ഉപകാരപ്രദമായിട്ടുണ്ട്. അതിന്ന് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആയിക്കോട്ടെ. നിങ്ങൾ ഈ പറയുന്ന ചർച്ചകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ചർച്ചകളൊക്കെ ഞങ്ങളും കണ്ടിട്ടുണ്ട്. ആ ചർച്ചകൾ മുഴുവൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ന്യൂനതയുണ്ട്, സാധാരണ മനുഷ്യനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാൻ സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണ്, സാധാരണ മനുഷ്യനാണ് എന്ന് വരുത്തി തീർക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് ഹദീസുകളാണത്. സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് വന്ന സന്ദർഭവും അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈനീട്ടി തിരിച്ചെടുത്തു, അതിനുശേഷം നരകവും കാണിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ കാരണം അത് നിങ്ങളുടെയും എന്റെയും ലില്ലിനെ ഞാൻ അവിടെ കണ്ടു എന്നൊക്കെ പറയുന്ന ഷാഡോ, അല്ലെങ്കിൽ നിങ്ങളുടെയും എന്റെയും നേര് ഞാൻ അവിടെ കണ്ടു എന്നൊക്കെ പറയുന്ന അത്രത്തോളം അടുത്തായി എന്നുള്ളതിലേക്ക് മാറിക്കൊള്ളിത തീ അടുത്തു വന്നു. അല്ലപ്പോ നേര് കുറെ ദൂരത്തേക്ക് നേരെ കടന്നാൽ എന്താ പ്രശ്നം? കൈകൊണ്ട് മാറാൻ പറഞ്ഞു, അങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു, ആംഗ്യം കാണിച്ചു മാറി നിൽക്കാൻ, പിന്നോട്ട് നിൽക്കാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ നേല് കണ്ടാൽ എന്താ പ്രശ്നം? നേലുണ്ടെങ്കിൽ കരിയോ? പക്ഷെ അത്ര അടുത്ത് വന്നു എന്നതിലേക്കൊക്കെ സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ പരിശ്രമങ്ങളൊക്കെ കാലാകാലങ്ങളായി വഹാബികൾ നടത്തിയ ചർച്ചകൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയും. വഹാബി പുരോഹിതന്മാർ കാലാകാലങ്ങളായി, അത് ബറേൽവി പണ്ഡിതന്മാർക്കെതിരെ ദയൂബന്ദി പണ്ഡിതന്മാരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ അഹ്ലു ഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ബിദഈ പണ്ഡിതന്മാരുമൊക്കെ കാലാകാലങ്ങളിലായി ആ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെയൊക്കെ പൊളിച്ചടക്കി അതിന്റെയൊക്കെ കൃത്യമായ വിശദീകരണങ്ങൾ മഹാന്മാർ നൽകിയതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി അവരൊക്കെ മൂലയിലേക്ക് ഇരുത്തിയതാണ്. എന്നിട്ട് എല്ലായിടത്തും അവസാനിച്ചപ്പോ ഇവിടെ അത് പൊന്തുക, എല്ലായിടത്തും അത് താഴ്ന്നപ്പോ ഇവിടെ മെല്ലെ പൊന്തുകയാണ് ഈ വാദം. ഇതിങ്ങനെ മടക്കനമ ചവിട്ടിയമാരി അവിടെയൊക്കെ ഇങ്ങനെ താണുമ്പോ ഇവിടെ പൊന്തുക, അല്ലെ? ഇനി ഇവിടെ താവുമ്പോ അവിടെ പൊന്തുക. ഈ വാദം ഇങ്ങനെ ഇടക്ക് താവുകയും ചില ഒരിടത്ത് താവുമ്പോ മറ്റൊരിടത്ത് പൊന്തുക. ഈ അസുഖം, ഈ സൂചന, ഇത് വലിയൊരു മാരക രോഗത്തിന്റെ ലക്ഷണമാണ് എന്നാണ് ഇന്നലെ ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി പറഞ്ഞത്. ഇത് ബിദ്അത്ത് എന്ന മുബ്തദി എന്ന ഒരിക്കൽ തൗബ പോലുമില്ലാതെ, തൗബക്ക് പോലുമുള്ള ചാൻസ് ബിദ്അത്തുകാർക്ക് നഷ്ടപ്പെടും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. തൗബ ചെയ്യാൻ പോലും കഴിയില്ല. അത്ര വലിയ നമ്മുടെ ആക്ടിബത്തിനെ പോലും ബാധിക്കുന്ന, അതല്ലെങ്കിൽ ബിദ്അത്ത് അതിന്റെ മൂർധന്യം എന്ന് പറയുന്നത് കുഫറിലേക്ക് വരെ എത്തിപ്പോകാവുന്ന വലിയ വിപത്തായ ബിദ്അത്തെന്ന മാരകമായ വിശ്വാസത്തിന് സംഭവിക്കുന്ന മാരകമായ ക്യാൻസർ പോലെ, എയ്ഡ്സ് പോലെയുള്ള ബിദ്അത്തെന്ന രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് പേരോടിലും പൊന്മളയിലുമൊക്കെ മാറിയും മറിഞ്ഞും കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരോട്ടുകാരും പൊന്മളക്കാരും ഒക്കെ ചിന്തിക്കണം, ഈ മാരകമായ വൈറസുകൾ നിങ്ങളുടെ നാട്ടിലാണ്. പൊന്മളയിലും പേരോട്ടിലും ഈ മാരകമായ, കുറ്റ്യാടിയിലും ഈ മാരകമായ വൈറസുകളുണ്ട്. ഈ വൈറസിനെ പേടിക്കണം. ഇത് മെല്ലെ മെല്ലെ മാരകമായ ഒരു രോഗമാക്കി, മാരകമായ ബിദ്അത്ത് എന്ന രോഗമാക്കി, ക്യാൻസർ പോലെ, എയ്ഡ്സ് പോലെയുള്ള രോഗമായി ഇത് രൂപാന്തരപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ തന്നെയാണ് ഇവരൊക്കെ തുടങ്ങിയത്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള ചർച്ചകളിൽ അതിന്റെ തുടക്കത്തിലൊക്കെ ഇവരൊക്കെ ഈ ശ്രമം തന്നെ നടത്തിയത്. ആദ്യം പറയാം, എന്നിട്ട് പിന്നെ തെളിവ് കണ്ടെത്തുക. ആദ്യമൊന്നും തെളിവില്ലട്ടോ. ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു എന്നൊന്നുമില്ല.
അങ്ങനെയാണ് പറഞ്ഞു കൊടുങ്ങുക. പിന്നെ എങ്ങനെ സെർച്ച് ചെയ്യുക? കുട്ടികളും മക്കളും പിന്നെ ശിഷ്യന്മാരും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സെർച്ച് ചെയ്തിട്ട് തെളിവുകൾ ഇങ്ങനെ കണ്ടെത്തി കൊടുക്കുക. അപ്പൊ ഒരു തെളിവും കൂടി കിട്ടിക്കണം, നമുക്കൊരു തെളിവും കൂടി കിട്ടിക്കണം, നമുക്കൊരു തെളിവും കൂടി കിട്ടിക്കണം. ആ ഹദീസിന്റെ ഒരു കഷ്ണം എടുത്താൽ നമുക്കത് ഒപ്പിക്കാം, ഈ ആയത്തിന്റെ ഒരു കഷ്ണം എടുത്താൽ നമുക്കത് ഒപ്പിക്കാം, നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കണു അങ്ങനെ കിട്ടിയിരിക്കണു എന്ന് പറഞ്ഞ് ഇവരെങ്ങനെ മൂച്ചിമ്മക്കയറ്റി അവസാനം ഈ തെളിവുകളൊന്നും കണ്ടെത്താത്തവരാ. നിങ്ങളുടെ പൂർവികരായ ഉസ്താദുമാർ, നിങ്ങളെ പൂർവികരല്ല, നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാർ ഇതൊന്നും കണ്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നേലില്ല എന്ന് പ്രസംഗിച്ച ഉസ്താദുമാര്, നേലേ ഇല്ല എന്ന് പ്രസംഗിച്ച ഉസ്താദ് കണ്ടിട്ടില്ലേ? നിങ്ങൾ എവിടുന്നാ പിന്നെ ദർസ് പഠിച്ചത്? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. പറഞ്ഞാ കരുതും മൂപ്പര് പറഞ്ഞിട്ടില്ലേ? മൂപ്പര പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ? മൂപ്പർക്ക് തിരിയാത്ത നിങ്ങൾക്ക് തിരിഞ്ഞു എന്നാ പേരോടെ പറയണത്. കാന്തപുരത്തിന് തിരിയാത്ത നിങ്ങൾക്ക് തിരിഞ്ഞു എന്ന് പറയേണ്ടി വരൂലേ? കാന്തപുരം മുടി കയ്യിൽ കിട്ടിയ ശേഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം അത് കത്തുകയില്ല, തീർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം കത്തുകയില്ലെന്നത് തീർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തിന് നയലില്ല എന്നുള്ളത് തീർച്ച. അതിന് പ്രവാചകരുടെ അമാനുഷികത അംഗീകരിക്കുന്നവർക്കേ കാര്യം തിരിയുള്ളൂ. അതൊക്കെ പ്രവാചകരുടെ അമാനുഷികതയാണ് എന്നാണ് കാന്തപുരം പറഞ്ഞത്. പിന്നെ ഇവരുടെ ഈ ഒരു മൊത്തത്തിൽ ഇവരെ കുറിച്ചിട്ടൊരു പഠനം നടത്തുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് കാന്തപുരവും ആളുകളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞ് സാമ്പത്തിക ലക്ഷ്യത്തിന് വേണ്ടി ഒരു കള്ളമുടി കൊണ്ടുവന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഏറ്റവും വലിയ തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പിന്നെ ഫാസിക്കീങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രവർത്തനപരമായിട്ടാണ് അവരുടെ ഭാഗത്തു നിന്ന് ആ വലിയ തെറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പുറത്തോ വിശ്വാസപരമായി ബിദ്അത്ത് എന്ന മാരകമായ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഈ വിഭാഗം ആശയപരമായി പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം പ്രവർത്തനം കൊണ്ടും മറ്റൊരു വിഭാഗം ആശയം കൊണ്ടും ചീഞ്ഞളിഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ നോക്കിയാൽ രണ്ട് വിഭാഗവും വലിയ അപകടത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട് വിഭാഗവും വലിയ അപകടത്തിലാണ്. ഒന്ന് പ്രവർത്തനം കൊണ്ട് മോശമായിക്കൊണ്ടിരിക്കുന്നു, മറ്റൊന്ന് വിശ്വാസം കൊണ്ട് വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. രണ്ടും വലിയ അപകടമാണ്. രണ്ട് വിഭാഗത്തിന്റെ കയ്യിലും വലിയ അപകടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഈ വിഭാഗവുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവർക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇന്നലെ നമ്മളൊരു പുസ്തകം ഇവിടെ വായിച്ചു. ബഹുമാനപ്പെട്ട മർഹൂം നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് അവർ പറയുന്ന എം.എ. അബ്ദുൽ ഖാദർ മൗലിയുടെ ബുക്ക് നമ്മൾ ഇവിടെ വായിച്ചു. ആ പുസ്തകത്തിൽ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നു, മരണം കൊണ്ട് കറാമത്തുകൾ മുറിയുന്നില്ല, മരണം കൊണ്ട് കറാമത്തുകൾ മുറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ തബ്ലീഗ് ജമാഅത്തുകാരുടെ കുഴപ്പങ്ങൾ എണ്ണിപ്പറയുകയാണ്. അതിലൊരു കുഴപ്പം എം.എ. പറയുന്നത് മരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തും അതല്ലെങ്കിൽ ഔലിയാക്കളുടെ കറാമത്തുമൊക്കെ മുറിഞ്ഞു പോകും എന്നുള്ള അവരുടെ വിശ്വാസമാണ് അപകടം. എന്നിട്ട് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളും ഔലിയാക്കളുടെ കറാമത്തുകളും സമ്മതിച്ചാൽ തന്നെ മരണാനന്തരവും അത് നിലനിൽക്കുമോ എന്ന സംശയമാണ് മറ്റു ചിലർക്കുള്ളതെന്ന് അവരുടെ പ്രസ്താവനകൾ കൊണ്ട് വ്യക്തമാവുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണുക, ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ അവരെ നാം സത്യവിശ്വാസികളെപ്പോലെ ആക്കുമെന്ന് ധരിക്കുന്നുണ്ടോ? അവരുടെ ജീവിത ദിശയും മരണാനന്തര ജീവിതവും സമമാണ്. പ്രസ്തുത വചനത്തിന്റെ അർത്ഥം സത്യവിശ്വാസികൾ സന്തോഷത്തിലും കറാമത്തിലും ജീവിത ദിശയിലും മരണശേഷവും ഒരുപോലെയായതുപോലെ ദുർജനങ്ങളാവുമെന്നും വിചാരിക്കുന്നുവോ എന്നാണ് ഇമാം ബൈലാവി അദ്ദേഹത്തിന്റെ പ്രസിദ്ധ തഫ്സീറായ അൻവാറു തൻസിലിൽ വളരെ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളത്. മരണാനന്തരം കറാമത്തുകൾ മുറിയുകയില്ലെന്നതിന് വ്യക്തമായ തെളിവത്രേ അത്. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരലോകം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പുണ്യദേഹം തിരുദൂതരുടെ പാർശ്വത്തിൽ കൊണ്ടുവച്ച് ഖബറിൽ പ്രവേശിക്കാനെടുത്തപ്പോൾ സ്വഹാബികൾ അവിടത്തോട് സമ്മതം ചോദിക്കുകയും സ്നേഹിതന്റെ അടുത്ത് പ്രവേശിപ്പിക്കുകയും എന്ന് അവിടുന്ന് പ്രസ്താവിച്ചത് കേട്ട് ശേഷം മാത്രം സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഖബറിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത ചരിത്രം ഇമാം റാസിയും തഫ്സീറുൽ കബീറിൽ 5/478 മറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ഹൻളല എന്നീ സഹാബികളെ
ഉഹദ് രണാങ്കണത്തിൽ വെച്ച് ജനാബത്തോടുകൂടി ഷഹീദാക്കപ്പെട്ടതിനാൽ അവരെ മലക്കുകൾ കുളിപ്പിക്കുന്നതായി കാണപ്പെടുകയുണ്ടായ ചരിത്രവും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ഹസ്രത്ത് ഫാത്തിമ ഖുസാഇയ റളിയല്ലാഹു തആല അൻഹ ഹസ്രത്ത് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ സന്ദർശിച്ചു സലാം ചൊല്ലിയപ്പോൾ ഖബറിൽ നിന്ന് സലാം അടക്കിയ സംഭവം ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉഹദിലെ ശുഹദാക്കൾ സലാം അടക്കുന്നത് കേട്ട പല സംഭവങ്ങളും ഇമാം ബൈഹഖിയും ഹാക്കിമും സ്വഹീഹായ പരമ്പരയനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റജീഅ് യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബികൾ മരണാനന്തരം അവിടത്തോട് സലാം പറഞ്ഞതിന് വിദൂര സ്ഥലമായ മദീനയിൽ വെച്ച് തിരുദൂതർ സഹാബികൾക്കിടയിൽ നിന്ന് സലാം അടക്കിയ സംഭവം ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഹസ്രത്ത് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് ഛേദിക്കാൻ ചെന്ന ശത്രുക്കളെ കടന്നൽ പൊതിഞ്ഞ് രക്ഷിക്കുകയും ഹസ്രത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ഭൂമിക്കടിയിൽ അജ്ഞാതമാക്കി ശത്രുക്കൾ അംഗഭംഗപ്പെടുത്താതെ രക്ഷിക്കുകയും ചെയ്ത സംഭവവും സഹീഹായ പരമ്പരയോട് രേഖപ്പെടുത്തിയതായി കാണാം. ഇത്തരം അസംഖ്യം സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും പൂർവികന്മാരായ കുതുബീങ്ങളുടെയും ഔലിയാക്കളുടെയും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ജീവിതകാലത്തുണ്ടായ അത്ഭുത സംഭവങ്ങളെപ്പോലെ തന്നെ മരണശേഷവും ഔലിയാക്കളായ മഹാന്മാരുടെ കറാമത്തുകളും യാതൊരു വ്യത്യാസവും കൂടാതെ പ്രത്യക്ഷപ്പെടുന്നതും പ്രത്യക്ഷമായിട്ടുള്ളതുമാണ്. ഇതാരാ പറയണത്? ഇത് പറയുന്നതാരാ സുഹൃത്തെ? ഇത് പറയുന്നത് എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാറാ. ഇത് പറയുന്നത് നമ്മളല്ല. ഇത് പറഞ്ഞത് ഈ പുസ്തകം എഴുതിയത് ഇവർക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കാർ എഴുതിയ പുസ്തകമല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം പ്രവാചകന്മാരുടെ മുഅ്ജിസത്തും അംബിയാ മുർസലീങ്ങളുടെ മുഅ്ജിസത്തും അതുപോലെ തന്നെ ഔലിയാക്കളുടെ കറാമത്തും മരണത്തോടുകൂടി മുറിഞ്ഞു പോകുമെന്ന് പറയുന്ന ആളുകൾക്കെതിരെ അവരെ സുന്നത്ത് ജമാഅത്തിൽ നിർത്താൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടി ആണ് ഈ പുസ്തകം തബ്ലീഗിനെന്താ കുഴപ്പം എന്ന പേരിൽ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ പുറത്തിറക്കിയിട്ടുള്ളത്. എന്താ യാ ഹബീബി യാ നബി എന്താണ്? നോക്കുവാണോ? വളരെ പെട്ടെന്ന് വരും, ഒരു ക്ലിപ്പ് കേൾപ്പിക്കാണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ എം.ടി. ദാരിം ഉസ്താദിന്റെ ക്ലാസിന്റെ റെക്കോർഡ് എനിക്ക് കിട്ടി. ഒരാളെ അയച്ചു തന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ മൈക്ക് എടുത്തിട്ടുള്ളത്. ഒന്നാമതായി, ബഹുമാനപ്പെട്ട എം.ടി. ഉസ്താദ് പറഞ്ഞു, ചില കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, അവസാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആൻ മാത്രമേയുള്ളൂ എന്ന പരാമർശം എന്ന ഇബാറത്തിനെ കുറിച്ച് പറയുന്നതിനിടയ്ക്ക് ബഹുമാനപ്പെട്ട എം.ടി. ഉസ്താദ് പറഞ്ഞത് തഹദ്ദിക്ക് പറ്റുന്ന മുഅ്ജിസത്തിനെ കുറിച്ചാണ് എന്നാണ്. എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് ഈ തഹദ്ദിക്ക് പറ്റുന്ന മുഅ്ജിസത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമാക്കിയാൽ വളരെ ഉപകാരമായിരുന്നു. മൈക്ക് റീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, പ്രിയപ്പെട്ട യാ നബി, ബഹുമാനപ്പെട്ട ഉസ്താദ്
MT അബൂബക്കർ ദാരിമി വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ക്ലാസ് റൂമിലെത്തും. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അദ്ദേഹം തന്നെ ക്ലിയർ ചെയ്യാൻ സാധ്യത ഉള്ള സമയത്ത് പിന്നെ നമ്മളതിൽ കയറി പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെ നമ്മളെ ക്ലാസ് റൂമിലെത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വാർത്തക്ക് ശേഷം ആക്കല്ലേ നമ്മള് അലവി സക്കാഫി അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വാർത്തക്ക് ശേഷം ആക്കല്ലോ. വാർത്ത നമ്മൾ പെട്ടെന്ന് കൃത്യം വാർത്തക്ക് സമയം മാറ്റാൻ പറ്റൂലല്ലോ. വാർത്ത കഴിഞ്ഞ ഉടൻ ഇൻഷാ അല്ലാഹ് അലവി സക്കാഫി അവറുകൾക്കുള്ള അവസരം കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദിന്റെ മറുപടിയും ഉടൻ തന്നെ കൊടുക്കുക. അല്ലെ, വാർത്ത കൃത്യസമയത്ത് നടക്കണല്ലോ. വാർത്തക്കാകെ 8 മിനിറ്റ് ഉള്ളൂ. എന്താ നല്ലത് അമീർ സാഹിബെ, ജഫറുല്ല സാഹിബ്, എന്താ അഭിപ്രായം? അലി സക്കാഫി ഉസ്താദ് ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് വിശ്രമിക്കട്ടെ അല്ലേ? വാർത്തക്ക് ശേഷമല്ലേ നല്ലത്? ആയിക്കോട്ടെ. ഇപ്പറന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരിലൊക്കെ കണ്ടിരിക്കട്ടെ. അപ്പൊ അതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഭക്ഷണം കഴിച്ചാൽ മുപ്പത് മുറിയോന്നാവോ? ഇവർക്ക് വേണ്ട മുറിയാനേ. ഇന്നലെ പറഞ്ഞ ഇന്നും മുറിയും, അങ്ങനത്തെ പ്രശ്നമുണ്ട്. മുറി ഇതിപ്പോ ഇനിയിപ്പോ ഇപ്പൊ ഈ ആശയം പെട്ടെന്ന് മുറിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ കുടുങ്ങുമല്ലോ അല്ലേ? ഉറങ്ങാനായിക്കൂല, കിക്കിളിപ്പെടുത്താം. അപ്പോ ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ICF വിട്ട് പുതിയതായി നമ്മളിലേക്ക് കടന്നു വന്ന ആള് അദ്ദേഹം നമ്മെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. അതിനെ തൊട്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദും ഈ വിഷയ സംബന്ധിയായ ഇന്നലത്തെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഇന്നലത്തെ വിഷയത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള മുഴുവൻ മറുപടിയും ഉസ്താദ് എത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് യാ നബി എന്ന ഐഡിയിലുള്ള സുഹൃത്തൊന്ന് റൈസ് ഹാൻഡ് ചെയ്തിട്ട് ആ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കണം എന്നറിയിക്കുന്നു. ഉസ്താദ് ക്ലാസ് റൂമിൽ കയറിയോ? MT അബൂബക്കർ ദാരിമി ഉസ്താദ് ക്ലാസ് റൂമിലെത്തിയോ? ഉണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യും. അതേ ഓൺലൈനിലായിട്ടുള്ളൂ. ക്ലാസ് റൂമിലെത്തിയോ? MT ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യണം. ചോദ്യകർത്താവ് നിങ്ങളെ അദ്ദേഹത്തിന്റെ ചോദ്യം ഇപ്പോൾ ആവർത്തിക്കും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മൈക്ക് ആയിക്കോട്ടെ. ആദ്യം യാ നബി എന്ന ഐഡിയിലെ സുഹൃത്തൊന്ന് ചോദ്യങ്ങളും ചോദിക്കും ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് തന്നെ നമ്മളെ വാർത്തക്ക് മുമ്പ് ഉത്തരം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ വാർത്തയ്ക്ക് ശേഷം അതിന്റെ ഉത്തരം ഉണ്ടാവും. വിശദീകരണങ്ങൾ മറ്റുള്ള ചോദ്യങ്ങൾ തുടർന്ന ചോദ്യം 10 മിനിറ്റിന് ശേഷം ചോദിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ചോദ്യത്തിന് പെട്ടെന്ന് ഉസ്താദ് ഉത്തരം പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ചോദിച്ചത് ഈ തഹദ്ദിക്ക് പറ്റുന്ന മുഅ്ജിസത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? കൂടുതൽ സമയം ക്ലാസ് റൂമിൽ ഇരിക്കാൻ പറ്റുന്ന സന്ദർഭത്തിലല്ല, ഞാൻ വേറൊരു ഷോയിലാണുള്ളത് ഇപ്പോൾ. അപ്പോൾ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് 2 തരത്തിലുണ്ട്. ഒന്ന് നുബുവത്ത് എന്ന ആ ഒരു ഹൈസിയത്ത്, ആ ഒരു വശം പരിഗണിച്ചുകൊണ്ടുള്ള മുഅ്ജിസത്ത്. 2 റിസാലത്ത് എന്ന് പറയുന്ന ആ വശം പരിഗണിച്ചുകൊണ്ടുള്ള മുഅ്ജിസത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ റസൂലാണ്, നിങ്ങളെ നന്നാക്കാൻ വേണ്ടി, നിങ്ങളെ ഹിദായത്താക്കാൻ വേണ്ടി വന്ന അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്, ദൂതനാണ് ഞാൻ എന്നുള്ള പ്രഖ്യാപനം. ആ പ്രഖ്യാപനം നടത്തുമ്പോൾ എതിരാളികളായ ശത്രുക്കൾ അഥവാ അവിശ്വാസികൾ, ആ അവിശ്വാസികൾ അത് അംഗീകരിക്കുവാൻ വേണ്ടി, അവരെ വെല്ലുവിളിക്കാൻ വേണ്ടി നടത്തുന്ന അമാനുഷിക കാര്യങ്ങൾ, അതാണ് തഹദ്ദിക്ക് പറ്റാവുന്ന എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഇമാമിങ്ങളുടെ ചില പ്രയോഗങ്ങളിൽ ഉള്ള ഒരു പ്രയോഗമാണത്. അതായത് തഹദ്ദി എന്ന് പറഞ്ഞാൽ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ടുള്ളതും ആകും, വെല്ലുവിളി അടങ്ങിയതും ഉണ്ടാകും. ഞാൻ റസൂലാണെന്ന് വാദിച്ചിട്ടുണ്ടാവും, ഒരു മുഅ്ജിസത്ത് കാണിച്ചിട്ടുണ്ടാവും.
ഇതിന് സമാനമായത് നിങ്ങൾ കൊണ്ടുവരുവിൻ എന്നൊരു വെല്ലുവിളി അതിലുണ്ടായിട്ടുണ്ടാവില്ല. അതേസമയത്ത് വിശുദ്ധ ഖുർആൻ മുഅ്ജിസത്താണ്. അതോടൊപ്പം തന്നെ ഖുൽ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി പോലുള്ള വെല്ലുവിളി അതിന്റെ കൂടെ നടത്തിയിട്ടുണ്ടാവും. അപ്പൊ ബിൽഫേല് വെല്ലുവിളി അത് പ്രയോഗിച്ചതും ഉണ്ടാകും, വെല്ലുവിളി അടങ്ങിയതും ഉണ്ടാകും ഈ മുഅ്ജിസത്തിൽ. അഥവാ എതിരാളികളായ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ സമ്മതിപ്പിക്കാനും അംഗീകരിപ്പിക്കുവാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രകടമാകുന്ന അമാനുഷിക കാര്യങ്ങൾ, അതാണ് തഹദ്ദിക്ക് വേണ്ടിയുള്ള അഥവാ വെല്ലുവിളിക്ക് വേണ്ടിയുള്ള മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത്. ആ മുഅ്ജിസത്തുകൾ അല്ലാത്ത മുഅ്ജിസത്തുകൾ, അതിനെപ്പറ്റി ഖുസൂസിയത്ത് എന്ന ഇബാറത്താണ് ബഹുമാനപ്പെട്ട ഇമാം ഹലബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. അതേസമയം അതിനെ സംബന്ധിച്ച് ആയാത്ത്, കറാമത്ത് പോലുള്ള വാക്കുകൾ ഉപയോഗിച്ച ആളുകളുമുണ്ട്. അത് നുബൂവത്തിന്റെ മുഅ്ജിസത്താണ് എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ജംഅ് ചെയ്ത് അതിനെ സമന്വയിപ്പിച്ച് സംയോജിപ്പിച്ചുകൊണ്ട് ആണ് ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഉണർത്തുകയാണ്, മക്കൾ ഉപസംഹരിക്കുകയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അമാനുഷിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ അമാനുഷിക സംഭവങ്ങൾ, അമാനുഷിക കാര്യങ്ങൾ, അൽ ഉമൂറുൽ ഖാരിഖത്തു ലിൽ ആദത്തി, പതിവിന് വിരുദ്ധമായ സംഗതികൾ എന്നുള്ള പൊതു വിഷയത്തിൽ അതെല്ലാം യോജിച്ചതാണ്. മനുഷ്യന്മാർക്ക് സാധാരണ ഉണ്ടാകുന്ന അവസ്ഥക്ക് വിരുദ്ധമായ കാര്യങ്ങൾ എന്നുള്ള ആ ഒരു നിർവചനത്തിൽ അതെല്ലാം ഒന്നെന്നെയാണ്. പക്ഷെ അത് എന്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് വ്യത്യാസം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ അംഗീകരിപ്പിക്കുവാൻ വേണ്ടി വെല്ലുവിളി നടത്തുന്നതോ വെല്ലുവിളി അടങ്ങിയതോ ആയ മുഅ്ജിസത്തുകളാണ് തഹദ്ദിക്ക് വേണ്ടിയുള്ള മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോടുകൂടി ആ തഹദ്ദിയുടെ സമാന് കഴിയും. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയുള്ള മുഅ്ജിസത്തുകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്തുകളിൽ നിന്ന് അവശേഷിക്കുന്നത് ഖുർആൻ മാത്രമാണ് എന്നാണ് ചില ഇബാറത്തുകളിൽ കാണുന്നതിന്റെ അർത്ഥം. കാരണം പല ഇബാറത്തുകളും അവിടെ ജംഅ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കണം എന്നാണ് ഇന്നലെ പറഞ്ഞത്. കേട്ടോ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വെല്ലുവിളിക്ക് പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പോ ചിലര് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക്, റസൂലുള്ളാഹി തങ്ങളുടെ മുടി, ഈ റസൂലുള്ളാഹിന്റെ മുടി എടുത്തിട്ട് ഇത് റസൂലുള്ളാഹി തങ്ങളുടേതല്ല എന്നൊരു ഒരാൾ റസൂലുള്ളാഹിന്റെ മുടി എടുത്തിട്ട് പറഞ്ഞു ഇത് റസൂലുള്ളാഹിന്റെതല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അയാളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹി തങ്ങളുടേതാണ്, കാരണം ഇത് കത്തൂല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതിനെക്കുറിച്ച് തഹദ്ദീന് പറയാൻ പറ്റുമോ ഇല്ലേ എന്നൊരു സംശയം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ വെല്ലുവിളിനെ പറ്റിയല്ല പറയുന്നത്, നമ്മൾ വെല്ലുവിളിക്കുന്നതിനെ പറ്റിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് എടുത്തുകൊണ്ട് ഒരാള് പറയുമ്പോ പിന്നെ അവിടെ അത് നബിയുടേതല്ല എന്ന് പറഞ്ഞിട്ട് ആരും വെല്ലുവിളിക്കാനൊന്നും പോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് എടുത്തുകൊണ്ട് വന്നുകാണ്ട് ഒരാൾ, ഇപ്പൊ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു തൊപ്പിയിൽ തുന്നി വെച്ച ഷഅർ മുബാറക്ക് എടുത്തിട്ട് ഞാൻ ഈ ഷഅർ മുബാറക്ക് തെരഞ്ഞു നടക്കുന്നു യർമൂക്ക് യുദ്ധത്തില്. അപ്പൊ തൊപ്പി കിട്ടാത്തത് കൊണ്ട് വിഷമത്തിലായിരുന്നു. ഇപ്പൊ തൊപ്പിയിൽ ഷഅർ മുബാറക്ക് കിട്ടി. അപ്പൊ സഹാബിമാരെല്ലാരും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാരും പിന്നെ വെല്ലുവിളിക്കാൻ നിൽക്കുക. അതല്ല വെല്ലുവിളി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയാണോ റസൂലാക്കിയിട്ട് നിയോഗിച്ചില്ലെങ്കിൽ ആ റസൂല് വെല്ലുവിളിക്കുക എന്നാണ്. അതാണ് അത്തഹദ്ദി. ആരെങ്കിലും വെല്ലുവിളിക്കാന്നല്ല. റസൂലിന് വേണ്ടി സഹാബിമാർ വെല്ലുവിളിക്കല്ല.
റസൂല് തന്നെ വെല്ലുവിളിക്കാണ്. ഇന്നി അനർ റസൂൽ, ഞാൻ റസൂലാണ്, അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറില്ലേ? എന്നാൽ ഇതാ ഞാനൊരു മുഅ്ജിസത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ എല്ലാ സഹായികളെയും നിങ്ങൾ വിളിച്ചുകൊള്ളൂ. ആണത്തമുണ്ടെങ്കിൽ, നമ്മൾ മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നല്ല, അത്രയും ശക്തമായ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെല്ലുവിളിക്കാം. നമ്മളോ മറ്റുള്ളവരോ വെല്ലുവിളിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. അതും ഈ വിഷയമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, റസൂലുള്ളാഹിക്ക് രണ്ട് ഘടകമുണ്ട്. ഒന്ന് റസൂലുള്ളാഹിന്റെ നുബുവത്ത്, റസൂലുള്ളാഹിന്റെ റിസാലത്ത്. റിസാലത്താണ് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. നുബുവത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളായിട്ട് ബന്ധപ്പെട്ടതല്ല. നുബുവത്ത് പറഞ്ഞാൽ അള്ളാഹുവിന്റെയും ആ പ്രവാചകന്റെയും ഇടയിലുള്ള വഹയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകമായ ഒരു ബന്ധമാണ്. അത് ഔലിയാക്കൾക്ക് അള്ളാഹുവിനോട് പ്രത്യേക ബന്ധം ഉണ്ടാവുമല്ലോ. അതിലേറെ ഉപരിയായ വളരെ ശ്രേഷ്ഠമായ ഒരു ബന്ധമാണ് നുബുവത്ത് എന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ ആ നുബുവത്തിന്റെ കാരണത്താൽ അവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടാവും. അത് ശാരീരികമായ പ്രത്യേകതകളുണ്ടാവും. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ ഇടയിൽ മാത്രം കാഫിരീങ്ങളെ വെല്ലുവിളിക്കുക എന്നുള്ള ഉദ്ദേശത്തിനല്ലാതെ പറഞ്ഞ ഒരുപാട് കാണിച്ചതായ ഒരുപാട് മുഅ്ജിസത്തുകൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഷഅറു ബാറക്കിന്റെ പ്രത്യേകതകളൊക്കെ ആ ഇനത്തിലാണ് പെടുക. ഷഅറു ബാറക്കൊക്കെ സ്വഹാബത്തിന്റെ ഇടയിൽ വിതരണം ചെയ്തു എന്നല്ലാതെ ശത്രുക്കളോട് ദാ എന്റെ ഷഅറു ബാറക്കിൽ ഇങ്ങനെ പ്രത്യേകതയുണ്ട് എന്ന് എന്തായിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം കുടിച്ച സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇനി നിന്റെ ശരീരം നരകം സ്പർശിക്കൂല എന്ന്. അപ്പൊ അതൊന്നും കാഫിരീങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ കാഫിരീങ്ങളുടെ മുമ്പിൽ അഥവാ അവിശ്വാസികളുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെല്ലുവിളി പ്രയോഗിച്ചതോ അതല്ലെങ്കിൽ വെല്ലുവിളി ബിൽഖുവ അടങ്ങിയതോ, ഒന്നിരിക്കൽ ബിൽഫേല് തന്നെ അവിടെ വെല്ലുവിളിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ബിൽഖുവ എന്ന് പറഞ്ഞാൽ അതിൽ വെല്ലുവിളി അടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ അടങ്ങുന്നതോ ആയ അതെന്ന് പറഞ്ഞാല് ആ തഹദ്ദി എന്ന് പറഞ്ഞാൽ ദഅവർ റിസാല എന്നാണ്. അതിന് ജംഉൽ ജവാബിന്റെ തഫ്സീർ അങ്ങനെയാണ്, ദഅവർ റിസാല. റസൂലാണ് എന്നാണ് വാദിക്കാം, ഞാനിതാ നിങ്ങളെ റസൂലാണ്. അപ്പൊ അത് പറയുമ്പോൾ എതിരാളികളുടെ മുമ്പിൽ ഒരു വലിയ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിൽ ഒരു വെല്ലുവിളി അടങ്ങിയിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ റിസാലത്തിനെ പൊളിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളൊരു വെല്ലുവിളി അതിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉള്ളിലടങ്ങിയതോ അല്ലെങ്കിൽ നേർക്കുനേരെ പ്രയോഗിച്ചതോ ആയ വെല്ലുവിളിക്ക് വേണ്ടി സമർപ്പിച്ചതായ മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകളുമുണ്ട്. അതേസമയം ജനങ്ങളെ വെല്ലുവിളിക്കാൻ, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളെ, എതിരാളികളെ വെല്ലുവിളിക്കുക എന്നുള്ളതല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിനകത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഅരിഫത്തുകള് റസൂലുള്ളാഹിക്ക് ഇപ്പോ എന്തുണ്ടായിരുന്നു? റസൂലുള്ളാഹിന്റെ ബുഖാരിയിലെ ഹദീസില്ലേ, എന്താണ്? ഇന്നി അറാക്കും മിൻ വറാഇ ഖൽഫി ലാ യഖ്ഫാ അലി വല്ലാഹി ലാ യഖ്ഫാ അലിയ റുകൂഉകും വലാ സുജൂദുകും വലാ ഖുശൂഉകും. നിങ്ങളെ ഞാൻ ബാക്കിൽ മുന്നിൽ വെച്ചൊക്കെ മുന്നിലൂടെ കാണുന്നത് പോലെ പിന്നിലൂടെയും കാണുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ റുകൂഉം സുജൂദും ഖുശൂ ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ലാ തനാമു ഐനി വലാ യനാമു ഖൽബി, എന്റെ കണ്ണ് ഉറങ്ങുമ്പോഴും ഖൽബ് ഉറങ്ങുകയില്ല, അതുകൊണ്ട് എന്റെ വുളു മുറിയുകയില്ല അല്ലേ? ഇന്നി ലസ്തുക അഹദിൻ മിൻകും ഇന്നി ഉത്അമു വ ഉസ്ഖാ, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയുമല്ല, എനിക്ക് ഭക്ഷണം നൽകപ്പെടുന്നുണ്ട്, എനിക്ക് വെള്ളം നൽകപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള മുഅ്ജിസത്തുകൾ നുബുവത്തുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്തുകളാണ്. അതൊന്നും കാഫിരീങ്ങളോട് വെല്ലുവിളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പൊ അങ്ങനെ രണ്ട് തരത്തിലുള്ള മുഅ്ജിസത്തുകളുണ്ട്. ആ വെല്ലുവിളിയുടെ ഇനത്തിൽപ്പെട്ട മുഅ്ജിസത്തുകളിൽ നിന്ന് പ്രധാനമായും നിലനിൽക്കുന്നത് ഖുർആൻ മാത്രമാണ് എന്നാണ് ചില ഇബാറത്തുകളുടെ അർത്ഥം എന്നാണ് ഇന്നലെ വിശദീകരിച്ചത് കേട്ടോ. ഇൻഷാ അല്ലാഹ് സാധാരണ നമ്മളോ അല്ലെങ്കിൽ സഹാബിമാരോ നബിക്ക് വേണ്ടി വെല്ലുവിളിക്കുക എന്നതല്ല ഇവിടുത്തെ വെല്ലുവിളി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നബി തന്നെ നേർക്കുനേരെ വെല്ലുവിളിക്കുന്നതിനെ സംബന്ധിച്ചാണ് വെല്ലുവിളി എന്ന് പറയുന്നത്. സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ നയിക്കും SKSSF പടയണി കുതിക്കും.
സുന്നികൾക്കിന്നഭിമാന യുവതയിതാ സുഹൃതമാം വിശൽ പാടി കുതിക്കുന്നിതാ സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ നയിക്കും SKSSF-ൻ പടയണി കുതിക്കും സുന്നികൾക്കിന്നഭിമാന യുവതയിതാ സുഹൃതമാം വിശൽ പാടി കുതിക്കുന്നിതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഓൺലൈൻ ശ്രോതാക്കൾക്കും റേഡിയോ പ്രേക്ഷകർക്കും SKICR ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ന്യൂസ് ടൈമിൽ വാർത്തകളുമായി ബഹ്റൈനിൽ നിന്നും KMS മൗലവി തിരൂർ. പ്രധാന വാർത്തകൾ. വ്യാജ മുടിവക്താവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സംഘടനയിൽ അടിയൊഴുക്ക് ശക്തമാകുന്നു. ഒമാൻ ICF RSC നേതാവ് രാജിവെച്ചു. ലിബിയയിൽ 2 ഇന്ത്യക്കാരെ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയി എന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം. ഉറപ്പ് ലംഘിച്ച സ്വാശ്രയ മാനേജ്മെന്റുകൾക്കെതിരെ നിയമ നടപടിയെന്ന് മുഖ്യമന്ത്രി. SKSSF ക്യാമ്പസ് വിങ് ഓൺലൈൻ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. സർക്കാരിന് നൽകിയ ഉറപ്പ് ലംഘിച്ച് പ്രവേശനം നടത്തിയ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി. ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികളെ തഴഞ്ഞ് കുറഞ്ഞ മാർക്കുള്ളവരെ തിരികെ കയറ്റുന്നത് അംഗീകരിക്കാനാവില്ല. ഇക്കാര്യത്തിൽ മാനേജ്മെന്റുകൾ സർക്കാരുമായുള്ള ഉറപ്പ് ലംഘിച്ചിരിക്കുകയാണ്. അതിനാൽ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. SKSSF കലാലയ വിഭാഗമായ ക്യാമ്പസ് വിങ് ഓൺലൈൻ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി റഷാദിനെ മെമ്പറായി ചേർത്തുകൊണ്ട് SKSSF സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി സത്താർ പന്തല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും www.skssfcampuswing.com എന്ന സൈറ്റിലാണ് മെമ്പർഷിപ്പിന് അവസരം ഒരുക്കിയിട്ടുള്ളതെന്ന് ക്യാമ്പസ് വിങ് അറിയിച്ചു. മലയാളത്തിന്റെ സുഹൃതം സുപ്രഭാതം ദിനപത്രത്തിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 19 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മലപ്പുറം ടൗൺ ഹാളിൽ സിംബോസിയം നടക്കും. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടകൻ. ലിബിയയിൽ 2 ഇന്ത്യൻ പൗരന്മാരെ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം. ആന്ധ്രാപ്രദേശ്, ഒഡീഷ സ്വദേശികളായ 2 ഇന്ത്യക്കാർ ലിബിയയിൽ ഭീകരരുടെ തടവിലാണെന്നും ഇവരുടെ മോചനത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്നും വിദേശകാര്യ വക്താവ് വികാസ് സ്വരൂപ് അറിയിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച മക്കയിലുണ്ടായ ക്രെയിൻ അപകടത്തിന് ശക്തമായ കാറ്റിനൊപ്പം സാങ്കേതിക പിഴവും കാരണമായതായി സൗദി. ലിഫ്റ്റിന്റെ സ്ഥാനം ക്രമീകരിക്കുന്നതിൽ നിർമ്മാണ കമ്പനിക്ക് പിഴച്ചിട്ടുണ്ടെങ്കിലും അപകടത്തിൽ ദുരൂഹതയില്ലെന്ന് സൗദി സർക്കാർ വ്യക്തമാക്കി. അന്വേഷണ റിപ്പോർട്ട് പൊതുജനത്തെ അറിയിക്കുമെന്ന് പരിക്കേറ്റവരെ സന്ദർശിക്കുന്നതിനിടെ രാജാവ് അറിയിച്ചിരുന്നു. ഇപ്രകാരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പരസ്യമാക്കിയിരിക്കുന്നത്. മലപ്പുറം കാളമ്പാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൗലാന അബുൽ അലി കോമു മുസ്ലിയാർ, ഷേഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, റഈസുൽ ഉലമ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ എന്നിവരുടെ പേരിൽ വർഷം തോറും നടത്തിവരുന്ന കാളമ്പാടി ഉറൂസ് മുബാറക്ക് സെപ്റ്റംബർ 19 ശനിയാഴ്ച കോട്ടുമല കോംപ്ലക്സ് അങ്കണത്തിൽ നടക്കും. അസർ നിസ്കാരാനന്തരം കൊടികയറ്റത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുക. കൂട്ട സിയാറത്ത്, മൗലിദ്, ഖത്മുൽ ഖുർആൻ, അനുസ്മരണ പ്രഭാഷണം, മജ്ലിസുന്നൂർ, ആത്മീയ സദസ്സ്, അന്നദാനം തുടങ്ങി വിവിധ പരിപാടികൾ ഉറൂസിന്റെ ഭാഗമായി നടക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, ഷെയ്ഖുന ഏലക്കുളം ബാപ്പു മുസ്ലിയാർ, ഷെയ്ഖുന MT അബ്ദുള്ള മുസ്ലിയാർ, ഷെയ്ഖുന പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ, ഷെയ്ഖുന കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ തുടങ്ങി പ്രഗൽഭർ സംബന്ധിക്കും. വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും. നാം കേരളീയർ പ്രവാചകാനുയായികളുടെ തൃക്കരങ്ങളിൽ പിടിച്ചു ഇസ്ലാമിന്റെ വിളക്കത്തണയാൻ സൗഭാഗ്യം ലഭിച്ചവർ നാം. വരദാനം പോലെ ലഭ്യമായ ആ ദീപശിഖ അണയാതെ കാത്തുപോന്നവർ നമ്മുടെ പ്രപിതാക്കൾ. നാം നേടിയെടുത്ത സകലമാന പുരോഗതികൾക്കും അടിത്തറയായി വർത്തിച്ചതും ആ വെള്ളി വെളിച്ചം തന്നെ. പ്രവാസം പണ്ട് മുതലേ അത് നമ്മുടെ കൂടപ്പിറപ്പായിരുന്നു.
അന്നം തേടി നാം ചെന്നെത്താത്ത ഇടങ്ങളില്ല, മലയാളി സ്പർശമില്ലാത്ത മേഖലകളില്ല. പൊന്നു വിളയാൻ തുടങ്ങിയതോടെ ഈ മരുഭൂമിയിലും നമ്മെ കൊണ്ടെത്തിച്ചതും അതുതന്നെ. കേരളീയത എല്ലായ്പ്പോഴും അത് നമ്മോടൊപ്പമുണ്ടായിരുന്നു. ചെന്നിടത്തെല്ലാം നമ്മുടേതായ കൊച്ചു കൊച്ചു ലോകങ്ങൾ തീർക്കാനായിരുന്നു എന്നും നമ്മുടെ മോഹം. ജന്മനാട്ടിൽ ലഭിക്കുന്നതെല്ലാം ഇവിടെയും ലഭിക്കണമെന്നത് എന്നും നമ്മുടെ സ്വകാര്യമായൊരു പിടിവാശിയായിരുന്നു. ആ പിടിവാശിയുടെ ഏറ്റവും അവസാനത്തെ മറ്റൊരു ഫലം ഇതാ ഇന്ന് നമുക്ക് മുമ്പിൽ മിഴി തുറക്കുകയാണ്. നമ്മുടെ വായനാനുഭവങ്ങൾക്കെന്നും നവ്യാനുഭൂതികൾ പകർന്ന നമ്മുടെ സ്വന്തം സത്യധാര. അതിന്റെ താളുകൾ ഇനി മുതൽ പ്രവാസികൾക്ക് മുമ്പിലും മറിഞ്ഞു തുടങ്ങുകയാണ്. നമുക്കൊന്നായി നെഞ്ചേറ്റാം ആ പാവന നാമധേയത്തെ. നമുക്കൊന്നായി ഉരുവിടാം ഗൾഫ് സത്യധാര, ഗൾഫ് സത്യധാര, ഗൾഫ് സത്യധാര. വാർത്തകൾ തുടരുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നവർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കി ഹൈക്കോടതി ഉത്തരവ്. ഇക്കാര്യത്തിൽ ഇളവ് അനുവദിച്ച സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകാൻ സർക്കാർ ആശുപത്രികളിൽ സംവിധാനമുണ്ടാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭാ യോഗശേഷം തീരുമാനങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതിയുണ്ടെന്നും അവർ അക്കാര്യം കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ മതിയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. വ്യാജ മുടിവക്താവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സംഘടനയിൽ അടിയൊഴുക്ക് ശക്തമാകുന്നു. ഒമാൻ ICF RSC നേതാവ് സുനീർ കുരുവട്ടൂർ സംഘടനയിൽ നിന്നും രാജിവെച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി സുനീർ കുരുവട്ടൂർ SKICR ന്യൂസ് ഡെസ്കിൽ ചേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് സുനീർ കുരുവട്ടൂർ സാഹിബാണെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ KMS മൗലവി, ബഹ്റൈൻ. നേരത്തെ നിങ്ങൾക്ക് ഞാൻ ഫോൺ വിളിച്ചിരുന്നു. ഇപ്പോൾ സംസാരിക്കുന്നത് SKICR ന്യൂസ് ഡെസ്കിൽ നിന്നാണ്. തിരക്കില്ലെങ്കിൽ കുറച്ച് വിഷയങ്ങൾ അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഫ്രീ ആണോ? അതെ, സുനീർ കുരുവട്ടൂരാണ്. ഞാനിപ്പോൾ കുറച്ചു നേരം ഫ്രീ ആണ്. നിങ്ങൾക്ക് ലൈനിൽ വരാം. ഓക്കെ, ശുക്രൻ ഷമീർ സാഹിബ്. ആദ്യമായി SKICR ന്യൂസ് ഡെസ്കിലേക്ക് ഹാർദവമായി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ചില വിഷയങ്ങൾ നിങ്ങളുമായി കൊണ്ട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. ആദ്യമായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ AP വിഭാഗത്തിൽ നിന്ന് രാജിവെച്ചു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയകൾ വഴി വാർത്തകൾ പ്രചരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഈ വാർത്ത യഥാർത്ഥത്തിൽ ശരിയാണോ? എന്താണ് ഈ വാർത്തയെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? സംഘടനയിൽ രാജിവെച്ചു എന്ന് പറഞ്ഞാല്, സംഘടന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഷാവറ ക്ലിപ്പിലൂടെ എല്ലാവരും കേട്ടതാണ്. കുരുവട്ടൂർ ഹാഫിദുമായി സംഘടനാ പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുരുവട്ടൂർക്കാരൻ ആവുകയും ഹാഫിദുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളും ഹാഫിദ് ഉസ്താദിനെ ചെറുപ്പം മുതലേ അറിയുകയും ചെയ്യുന്ന ആളുമായതുകൊണ്ട് ഹാഫിദ് ഉസ്താദിന്റെ ഒരു സംസാരത്തിലും സുന്നത്ത് ജമാഅത്തിനെതിരായോ ആദർശപരമായോ അതല്ലെങ്കിൽ കർമ്മപരമായോ എന്തെങ്കിലും ഒരു സുന്നത്ത് ജമാഅത്തിന് നിഷിദ്ധമായ ഒരു പ്രവർത്തനങ്ങളോ ഒരു വാക്കോ ഉസ്താദിൽ നിന്നും നാളിതുവരെയായിട്ട് എനിക്ക് കാണാനിടയായിട്ടില്ല. അപ്പോൾ സംഘടന ആ ഒരു വിലക്കേർപ്പെടുത്തിയ ആ വ്യക്തി എന്ന നിലക്ക് എനിക്ക് ഹാഫിദുമായി അകന്നു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ സംഘടനയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകുകയാണ് ഉണ്ടായത്. അപ്പോൾ കുരുവട്ടൂർ ഹാഫിദുമായി AP വിഭാഗത്തിനുള്ള, അതായത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊന്മള വിഭാഗത്തിൽ നിന്നുള്ള കടുത്ത വിമർശനമാണ് നിങ്ങളെ മാറ്റി ചിന്തിപ്പിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ചിലരെയൊക്കെ മാറ്റി ചിന്തിപ്പിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്.
മറ്റൊന്ന് എനിക്കറിയേണ്ടത്, ഇപ്പോൾ AP വിഭാഗത്തിൽ ഒരു വലിയ ശതമാനം ആളുകൾ മനം മടുത്ത് അവിടെയുള്ള സംഘടനയ്ക്കുള്ളിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പുറത്തു പറയാൻ പറ്റാതെ മനം മടുത്തുകൊണ്ട് അവിടെ തന്നെ പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതെങ്ങനെയാണ് ഒന്ന് ആദ്യം പുറത്തു പറയുക, ഇതെങ്ങനെയാണ് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ഒരു പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ AP വിഭാഗത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയുന്നത് പോലെ നിങ്ങൾക്കും അറിയാം. ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഈ മാറ്റം AP വിഭാഗം ആദ്യമായിട്ട് അറിയുന്നത്? ഇത് നിങ്ങൾ പിന്നെ ധൈര്യസമേതം അതൃപ്തി പ്രകടിപ്പിച്ചതാണോ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ സംഘടനയിലുള്ള ആളുകൾ അറിയപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫേസ്ബുക്ക് ഐഡിയിൽ ആദർശ മുന്നേറ്റ ലേബിളിന് ഉസ്താദിന് അനുകൂലമായിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. അതിനെ കൊണ്ടാണ്. ഓക്കെ, സുനീർ സാഹിബ് വിവരങ്ങൾ നൽകുന്നതിൽ ഏറെ സന്തോഷം അറിയിക്കുന്നു. ഒന്നുകൂടി ചോദിക്കട്ടെ, നിങ്ങൾ AP വിഭാഗത്തിന്റെ ഏത് ഘടകത്തിലാണ് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? എന്തായിരുന്നു നിങ്ങൾക്ക് അവരുടെ സംഘടനയിൽ ഉണ്ടായിരുന്ന സ്ഥാനം? ഇത് ചോദിക്കാൻ കാരണം, ഇനിയൊരു പക്ഷേ നിങ്ങൾ സംഘടനയുടെ ഔദ്യോഗിക സ്ഥാനത്ത് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസ്താവനകൾ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം AP അനുയായികൾ ആയതുകൊണ്ട് തന്നെയാകാം മുൻ സംഭവങ്ങളെല്ലാം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഞാൻ ചോദ്യം ആവർത്തിക്കുകയാണ്, നിങ്ങൾ AP വിഭാഗത്തിന്റെ ഏത് ഘടകത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? എന്തായിരുന്നു സംഘടനയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനം? AP വിഭാഗത്തിന്റെ സ്ഥാനത്ത്, അതായത് RSCയുടെ കൺവീനറായിട്ടാണ് ഞാൻ നിലകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സ്ഥാനത്തിലില്ലാത്ത ഒരാളെ ഇപ്പം പിന്നെ രാജിക്കത്ത് സ്വീകരിക്കുകയും അവരുടെ ഇടയിൽ നടപടി എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തകര് എന്ന് പറഞ്ഞാൽ ഇപ്പോ പിന്നെ മെമ്പർഷിപ്പുള്ള ആളുകൾ തന്നെ പിന്നെ ഒരുപാടുണ്ട്. പക്ഷെ ഒരു സ്ഥാനം വഹിക്കുന്ന ആളാണല്ലോ ആധികാരികമായിട്ട് സംഘടനയിൽ നിന്നാണ് എന്തൊരു കാര്യത്തിൽ നിന്നാണെങ്കിലും രാജിവെച്ച് പുറത്തു പോകുക എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ രാഷ്ട്രീയപരമായിട്ട് തന്നെ നിങ്ങൾ പല ആൾക്കാരും കേട്ടതല്ലേ, എന്ന സ്ഥലത്തുനിന്ന് രാജിവെച്ച് പുറത്തുപോയി. അപ്പോ സംഘടനയുടെ ഒരു പിന്നെ എന്താ പറയാ ആധികാരിക സ്ഥാനം വഹിക്കുന്നു എന്നുള്ള ഒരു തെളിവ് തന്നെയാണല്ലോ അത്. ഈ വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ അവർക്ക് മുന്നിൽ വെച്ച ഡിമാൻഡ്? അവർ നിങ്ങൾക്ക് നൽകിയ മറുപടിയും എന്തായിരുന്നു? സംഘടനയുള്ള ആള് എന്നെ വിളിച്ച് ഒരു മസ്ലഹത്തിന് എന്താണ് നീയും ആഫിലുമായിട്ടുള്ള എന്താണ് ഇങ്ങനെ നിനക്ക് സംഘടന പറയുന്ന അത് വിട്ടു നിൽക്കാൻ പറയുന്ന ആ ഒരു ഇതിൽ നിനക്ക് നിൽക്കാൻ പറ്റൂല, സംഘടന പറയുന്ന അനുസരിക്കാൻ പറ്റൂല എന്ന ചോദ്യത്തിന് മറുപടിയായി ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സംഘടന പറഞ്ഞല്ലോ പിന്നെ ഈ ഒരു വിഷയം, കാരണം ആഫിലുമായി വിട്ടു നിൽക്കണമെന്ന്. എന്തൊരു കാര്യമാണ് ആഫിലിന്റെ അടുത്ത് വിട്ടു നിൽക്കാൻ സംഘടന കണ്ടത്? അതായത് സുന്നത്ത് ജമാഅത്തിനെതിരായോ കർമ്മപരമായോ ആദർശപരമായോ എന്തെങ്കിലും ഒന്ന് ആഫില് പറഞ്ഞതായിട്ടോ പ്രവർത്തിച്ചതായിട്ടോ നിങ്ങൾ തെളിയിച്ചു തരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ആഫിലുമായിട്ട് വിട്ടു നിൽക്കാം. അതല്ലാത്ത പക്ഷം എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും തുടർന്നു പോകാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ രാജിക്കത്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. ഒരുപാട് കാലം എല്ലാമെല്ലാമായി കണ്ട സംഘടന ഊണും ഉറക്കവും ഒഴിച്ച് പ്രവർത്തിച്ച ഈ സംഘടന വിട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് മാനസികമായി വല്ല പ്രയാസവും തോന്നുന്നുണ്ടോ? അല്ല, നമ്മക്കിപ്പോ സംഘടനപരമായിട്ട് നമ്മക്കൊരു പ്രശ്നമൊന്നും വരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടനപരമായിട്ട് നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്റെ ആദർശപരമായ കാര്യങ്ങൾ അത് ഞാന് പിന്നെ എന്റെ രാജിക്കത്തിലൂടെ ഞാനത് പിന്നെ എന്റെ സംഘടനക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. അതല്ലാതെ നമ്മളിപ്പം സംഘടന പിന്നെ തമ്മിൽ തല്ലിക്കാനോ തമ്മിൽ തെറ്റിക്കാനോ ഉള്ള ഒരു പുറപ്പാട് നമ്മൾ എഴുതിയില്ല. സുന്നത്ത് ജമാഅത്ത് അതിവിടെ നിലനിൽക്കണം, അത് പറയുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കണം എന്നുള്ളൊരു ആദർശത്തിൽ മാത്രമേ നമ്മൾ നിൽക്കുന്നുള്ളൂ. സുനീർ സാഹിബ് ക്ഷമിക്കുക, അവസാനമായി ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഫോൺ ചെയ്തപ്പോൾ നിങ്ങൾ AP വിഭാഗത്തിൽ 2 ഗ്രൂപ്പുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. സത്യത്തിൽ അവിടെ 2 ഗ്രൂപ്പുകളുണ്ടോ? സ്വാഭാവികമായി കൊണ്ടും എല്ലാവരും പറയാറുണ്ട് പൊന്മള ഗ്രൂപ്പ്, AP ഗ്രൂപ്പ് എന്നുള്ളത്. അത് സത്യത്തിൽ ശരി തന്നെയല്ലേ? AP വിഭാഗത്തിൽ അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങൾ പിന്നെ നിലകൊള്ളുന്ന ആ AP വിഭാഗം, അതായത് മടവൂർ ശൈഖുന 2 വ്യക്തികളെയാണ്
ദീനിന്റെ കാര്യം നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൽപ്പിച്ചത് മഹാനായ ഉള്ളാളത്ത് തങ്ങളും അതുപോലെ തന്നെ ഷെയ്ഖുന AP ഉസ്താദും. ആ ഒരു രണ്ട് വ്യക്തികളെ ഞങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അതായത് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മാത്രമല്ല ഇത് കേൾക്കാൻ പോകുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലാകുന്നത് AP വിഭാഗത്തിൽ 2 ഗ്രൂപ്പ് എന്നല്ല ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ നിങ്ങൾ തൊട്ടടുത്ത് തന്നെ പറയുന്നു ഞങ്ങൾ നിലകൊള്ളുന്ന ആ AP വിഭാഗം എന്ന്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 2 വിഭാഗം എന്ന് തന്നെയല്ലേ? ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയാണല്ലോ നിങ്ങൾ ഇവിടെ ഉപയോഗിച്ചത്. ഒരു പക്ഷേ നിങ്ങൾക്ക് പുറത്തു പറയാനുള്ള മടി കൊണ്ടായിരിക്കാം. ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. AP വിഭാഗം മുഷാവറ തീരുമാനം, അതായത് കുരുവട്ടൂർ ഹാഫിദുമായി അടുക്കരുത് എന്ന പ്രസ്താവന പുറം ലോകത്തോട് പറഞ്ഞത് വ്യാജമുടി വക്താവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെയല്ലേ? പിന്നെ എങ്ങനെയാണ് ഇയാളെ നിങ്ങൾ പിന്തുടരുക? അപ്പോൾ നിങ്ങളുടെ നേതാക്കളായ കുരുവട്ടൂർ ഹാഫിദ് ഉൾപ്പെടെ നൌഷാദ് അഹ്സനി അടക്കമുള്ളവർക്ക് AP സ്വകാര്യമായി പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ശരി? അങ്ങനെയല്ലേ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? പിന്നെ AP ഉസ്താദ് അങ്ങനെയാണോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് എന്താ പറയുക, ഉസ്താദ്മാരായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അങ്ങനെ പറയാം എന്നല്ലാതെ പിന്നെ ഇപ്പോൾ എന്റെ വ്യക്തിപരമായ കാര്യമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാന്തപുരം വിഭാഗം ICF RSC നേതാവ് സുനീർ കുരുവട്ടൂരാണ് ഇത്രയും നേരം തന്റെ അനുഭവം നമുക്ക് മുന്നിൽ പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകിയതിന് നന്ദി മിസ്റ്റർ സുനീർ കുരുവട്ടൂർ. തട്ടിപ്പ് മാത്രം ലക്ഷ്യമാക്കി കൊണ്ടുവന്ന വ്യാജമുടിയിൽ കുടുങ്ങി കാന്തപുരം വിഭാഗം ചക്രശ്വാസം വലിക്കുമ്പോൾ ഒരു ഭാഗത്ത് പൊന്മള ഗ്രൂപ്പ് ബിദഈ ആശയങ്ങൾക്ക് ചൂട്ടുപിടിച്ച് ആരെയും വകവെക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ കാറ്റിൽ പറത്തി ജൈത്രയാത്ര തുടരുന്നു. എന്നാൽ മുടിയിൽ കുടുങ്ങിയ കാന്തപുരം വിഭാഗത്തിന്റെ കൂടാരം വിട്ട് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ അനവധി ആളുകളാണ് ഇതിനകം സമസ്തയുടെ സത്യപാന്താവിലേക്ക് കടന്നു വന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാജ മുടിവക്താവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സംഘടനയിൽ അടിയൊഴുക്ക് ശക്തമാകുന്നു. ഒമാൻ ICF RSC നേതാവ് രാജിവെച്ചു. ലിബിയയിൽ 2 ഇന്ത്യക്കാരെ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയി എന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം. ഉറപ്പ് ലംഘിച്ച സ്വാശ്രയ മാനേജ്മെന്റുകൾക്കെതിരെ നിയമ നടപടിയെന്ന് മുഖ്യമന്ത്രി. SKSSF ക്യാമ്പസ് വിങ് ഓൺലൈൻ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടുതൽ വാർത്തകളും അയക്കുക. skicr@skssf.news@gmail.com. കൂടുതൽ സംഘടനാ വാർത്തകൾക്ക് സന്ദർശിക്കുക www.skssfnews.com. ഇൻഷാ അല്ലാ നാളെ വീണ്ടും ഇതേ സമയം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പ്രതീക്ഷിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരിൻ പുതിയൊരു നാമം, സ്നേഹത്തിൻ പുതിയൊരു നാമം, സത്യത്തിൻ പുതിയൊരു നാമം, പാവങ്ങൾക്കാശ്രയ നാമം. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട KKM സായിദി ഉസ്താദ് നമ്മുടെ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വൈസ്റ്റാൻഡ് ചെയ്ത് മുകളിൽ വരികയാണെങ്കിൽ സംബന്ധിച്ചൊക്കെ അല്പം സംസാരിക്കാം എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയാണ്. KKM സായിദി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് വൈസ്റ്റാൻഡ് ചെയ്ത് മുകളിൽ വരാം. ഉസ്താദുമാരെ താഴ്ത്ത് നിൽക്കുന്നത് ഞങ്ങൾക്ക് അത്ര ഒരു വിഷമമുള്ള കാര്യമാണ്. ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പോയോ? പോയി. നമ്മുടെ അലവി സക്കാഫി ഉസ്താദ് ഇൻഷാ അല്ലാ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് കാതോർക്കാം.
അദ്ദേഹം വളരെ നബിതങ്ങൾ പറയുന്ന ഹദീസിലുണ്ട് ആദ്യമായി പടച്ചിട്ടുള്ളത് നൂറാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഒളിവാണ് ആദ്യമായി പടച്ചിട്ടുള്ളത് എന്ന് ഹദീസിൽ തന്നെ നമുക്ക് കാണാം. എവിടെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്? ആരാണ് ഉദ്ധരിച്ചിട്ടുള്ളത്? ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ അൽ മുസന്നഫ് എന്ന ഗ്രന്ഥത്തിലാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതാരൊക്കെ? മറ്റ് പണ്ഡിതന്മാർ ഇമാം ഹാഫിദ് അബ്ദുർ റസാഖിൽ നിന്ന് ഉദ്ധരിച്ചവർ ആരൊക്കെയാണ്? ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി, എത്രയോ ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ളവരാണ്. ഇമാം ബൈഹഖി, ഇമാം ഖസ്സലാനി, ഇമാം ഇബ്നു ഹജർ, ഇമാം ഫാസി, ഇമാം നിസാമുദ്ദീൻ നൈസാബൂരി, ഇമാം ഹാഫിദ് ഇബ്നുൽ ജൗസി, സഹോദരന്മാരെ ഷെയ്ഖ് അബ്ദുൽ കരീമുൽ ജീനി തുടങ്ങി ഒട്ടനേകം പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുർ റസാഖിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെയാണ് അള്ളാഹു ആദ്യം പടച്ചിട്ടുള്ളതെന്ന് കുറിക്കുന്ന ഹദീസ് ഹാഫിദ് അബ്ദുർ റസാഖ് എന്ന് പറയുന്നവർ തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഹദീസ് ഇത്രയും പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ ഒരു ചോദ്യമുണ്ട് വിദ്യാർത്ഥികൾക്ക്, എന്താണത്? എന്നാൽ ഇന്നുള്ള മുസന്നഫിലെ എത്രാം പേജ് ഏത് വാല്യത്തിലാണ് ഹദീസ് ഉള്ളതൊന്ന് കാണിച്ചു തരാമോ? നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ ആ ചോദ്യം അത് അപ്രസക്തമല്ല. എന്തുകൊണ്ട്? ഇന്നുള്ള മുസന്നഫ് എന്ന് പറയുന്ന ഗ്രന്ഥം വാല്യങ്ങളുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം പ്രിന്റ് ചെയ്യുന്നത് ആരാണെന്നറിയാമോ? അതിന് നേതൃത്വം നൽകിയ വ്യക്തി ഷെയ്ഖ് ഹബീബുർ റഹ്മാൻ അൽ അഅ്ലമി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, മുസന്നഫ് എന്ന് പറയുന്ന ഗ്രന്ഥം അതിന്റെ രചയിതാവ് ഞാൻ പറഞ്ഞല്ലോ ഹാഫിദ് അബ്ദുർ റസാഖാണ്. അതായത് ഹിജ്റ 211 വഫാത്തായ പണ്ഡിതൻ. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ ഉസ്താദുമാരിൽപ്പെട്ട മഹാത്മാവാണ്. ഹിജ്റ 211 1200 കൊല്ലം മുമ്പ് ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം രചിച്ച ആ മുസന്നഫ് ഹബീബുർ റഹ്മാൻ അഅ്ലമി എന്ന് പറയുന്നയാൾ പ്രിന്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ മുസന്നഫിന്റെ എല്ലാ ഹദീസുകളും കൂടി എനിക്ക് കിട്ടിയിട്ടില്ല. ചില ഭാഗത്ത് ചില ഹദീസുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരുപാട് കോപ്പികൾ പരതി, പക്ഷെ എല്ലാം കൂടി ഒത്തൊരുമിച്ചത് എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്നാം ബാല്യത്തിന്റെ ആദ്യ ഭാഗം, അതുപോലെ അഞ്ചാം ബാല്യത്തിന്റെ ചില ഭാഗം, മറ്റു ചില ഭാഗങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ നോക്കിയ അസല് കോപ്പി, കയ്യെഴുത്ത് പ്രതി വിവിധങ്ങളായ മ്യൂസിയങ്ങൾ അല്ലെങ്കിൽ വിവിധങ്ങളായ ഗ്രന്ഥശേഖരങ്ങളുള്ള ഗ്രന്ഥാലയങ്ങളിൽ ഞാൻ പോയി നോക്കി, അവിടെയൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കണ്ടെത്തുന്നവർ ആ ഭാഗത്ത് ഇത് പൂരിപ്പിച്ചു കൊടുക്കണേ, അതിന് ഞാൻ സ്ഥലം ഒഴിച്ചിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബുർ റഹ്മാൻ അഅ്ലമി എന്ന് പറയുന്ന വ്യക്തി മുസന്നഫ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം പ്രിന്റ് ചെയ്ത് പുറത്തിറക്കുകയാണ്. അപ്പൊ ഇത് പുറത്തിറക്കുന്ന വ്യക്തി തന്നെ പറയുന്നത് എനിക്ക് എല്ലാ ഹദീസും എനിക്ക് കിട്ടിയ കോപ്പി അപൂർണമാണ് എന്നാണ്. ആ കോപ്പി കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകൾ ചോദിക്കുന്നത്, ഇതിലെവിടെയാണ് ഹദീസ് ഉള്ളത്? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ആ കോപ്പി പ്രിന്റ് ചെയ്യുന്ന വ്യക്തി തന്നെ പറഞ്ഞത് എന്താ? അത് മുഴുവനായിട്ടില്ല, ചില ഹദീസ് നഷ്ടപ്പോയി, എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. എനിക്ക് കിട്ടിയ കോപ്പിയിൽ ആ ഹദീസ് ഇല്ല എന്നാണ്. എന്നാൽ മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് ഉണ്ട് എന്ന് നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച മഹാത്മാക്കളായ പണ്ഡിതന്മാർ, ഇമാം ബൈഹഖിയെ പോലെ, ഇമാം ഖസ്സലാനിയെ പോലുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അടുത്ത കാലത്ത് പ്രിന്റ് ചെയ്ത ഈ ഹബീബുർ റഹ്മാൻ അഅ്ലമി എന്ന് പറയുന്ന വ്യക്തി പ്രിന്റ് ചെയ്ത കിതാബിൽ ആ ഹദീസ് ഇല്ല എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഹദീസ് തന്നെ മുസന്നഫിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇവർ കണ്ടിട്ടില്ല എന്നേ അറിയുകയുള്ളൂ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾക്കറിയാമോ, ഈയിടെയായി ലബനാനിലെ ബൈറൂത്ത് എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് പ്രിന്റ് ചെയ്ത മുസന്നഫാണ് ഈ മുസന്നഫ്. അൽ ജുസ്ഉൽ മഫ്ഖൂദ് മിനൽ ജുസ്ഇൽ അവ്വൽ മിനൽ മുസന്നഫ്. ആ ഹാഫിദ് അബ്ദുർ റസാഖിന്റെ
ഇമാം ഹാഫിദ് അബ്ദുൽ റസാഖിന്റെ അൽ മുസന്നഫ് എന്ന് പറയുന്ന കിതാബിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഹദീസുകൾ സമാഹരിച്ചുകൊണ്ട്, ഒന്നാം വാല്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഹദീസുകൾ സമാഹരിച്ചുകൊണ്ട് ഈയിടെയായി പുറത്തിറക്കിയ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന് ഇതിന് നേതൃത്വം കൊടുത്തത് ദുബൈയിലെ മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറും വലിയ പണ്ഡിതരുമായ ഷെയ്ഖ് ദക്തൂർ റയീസ് ഇബ്നു അബ്ദില്ലാ എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്, വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയ ആ ലൈബ്രറികളും അതിന്റെ വിശദാംശങ്ങളും അതിനുവേണ്ടി അദ്ദേഹം ഓടി നടന്ന് തെരഞ്ഞു പിടിച്ച കഥകളുമൊക്കെ ഇതിന്റെ ആമുഖത്തിൽ വളരെ വിശദമായി അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയുള്ള മുസന്നഫിൽ, ഈ മുസന്നഫിൽ നമ്മുടെ നേരത്തെ ഇന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ള ഞാൻ കുറച്ച് നേർത്തയാക്കാന്ന് പറഞ്ഞത്, തോപ്പൊരു സമയമല്ല എന്ന് പറയണ്ടല്ലോ, അല്ലെങ്കിൽ കുറച്ച് കടന്നിരുന്നു. സഹോദരന്മാരെ, നാം ഈ പറഞ്ഞ ഹദീസ് ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസ്, ഇമാം ഖത്തല്ലാനി ഉദ്ധരിച്ച ഹദീസ്, ഇമാം ഇബ്നു ഹജർ ഉദ്ധരിച്ച ഹദീസ്, മറ്റു പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ച ഹദീസ്, ആ ഹദീസ് ഇതിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ആ ഹദീസിൽ ഇതിൽ പറയുന്നത് കാണാം. 18-ാം നമ്പർ ഹദീസ്, ഹാഫിദ് അബ്ദുർ റസാഖ് അൻ മഅ്മരിൻ അൻ ഇബ്നുൽ മുൻകദിർ അൻ ജാബിരിൻ. ഹാഫിദ് അബ്ദുർ റസാഖ് എന്ന ഇതിന്റെ രചയിതാവ് തന്റെ ഉസ്താദ് മഅ്മരിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം തന്റെ ഉസ്താദ് അൻ ഇബ്നുൽ മുൻകദിർ എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, അൻ അവ്വലി ശൈഇൻ ഖലഖഹു അല്ലാഹു തആല, അല്ലാഹു ആദ്യം പടച്ചത് ഏതാണ് നബിയേ എന്ന് ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ചു. അപ്പോൾ ഫഖാല, റസൂൽ പറഞ്ഞ മറുപടി, ഹുവ നൂറു നബിയിക യാ ജാബിർ ഖലഖഹു അല്ലാഹ്, അത് നിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ നൂറാണ് ആദ്യമായി പടച്ചിട്ടുള്ളത് ജാബിറേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ആ ഹദീസ്, സഹോദരന്മാരെ, ഇന്ന് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു ഹദീസ് ഇല്ലെന്നോ അത് ശരിയല്ലെന്നോ വാദിക്കുന്നത് നിരർത്ഥകമാണ്. അത് പ്രമാണങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണെന്നേ ഇത് സംബന്ധമായി പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മൻഹൂസ് മൗലിദാവട്ടെ, മറ്റ് മൗലിദുകളാവട്ടെ, ആ മൗലിദുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ ആ പ്രസ്താവന അത് 100% ശരിയാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഹിജ്റ 211 വഫാത്തായ ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെച്ചതുമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്, മൗലിദുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏത് മൗലിദെടുത്ത് പരിശോധിച്ചാലും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ അല്ലാഹു സൃഷ്ടിക്കുകയും എന്നിട്ട് ആദം നബിയെ പടച്ചപ്പോ ആ നൂറിനെ ആദം നബിയിൽ നിക്ഷേപിച്ചു. അതിനുശേഷം ആദം നബിയിൽ നിന്ന് നൂഹ് നബിയിലേക്കും ഇബ്രാഹിം നബിയിലേക്കും ഇങ്ങനെ പ്രവാചകന്മാരായ മഹാത്മാക്കളുടെ മുതുകുകളിലൂടെ നല്ലവരായ ഉമ്മമാരുടെ ഗർഭാശയത്തിലൂടെ ആമിന അബ്ദുള്ള ദമ്പതികളിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമ്മുടെ മൗലിദുകളിൽ കാണാം. ഇത് കള്ള പ്രസ്താവനയാണ്, ഇത് കള്ളത്തരമാണ്, നുണയാണ് എന്ന് മുജാഹിദുകൾ പറയാറുണ്ട്. മങ്കൂസ് മൗലിദ് നമുക്കറിയാം, നമുക്കൊക്കെ പരിചിതമായ ഹദീസിന്റെ വചനം, ഫലമ്മാ ഖലഖല്ലാഹു തആല ആദമ അലൈഹിസ്സലാം അൽഖാ ذلك النور في طينته فأهبطني الله في صلب آدم من الأرض وجعلني في سفينة في صلب نوح وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على صفاه قط. നമ്മളൊക്കെ പരിചിതമായ വരികളാണ്. എന്താ അതിൽ പറയുന്നത്? അല്ലാഹു ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ നൂറിനെ ആദം നബിയിൽ നിക്ഷേപിച്ചു.
പിന്നെ ആദം നബി ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോ അങ്ങനെ തന്റെ സന്താന പരമ്പരകളിലൂടെ നൂഹ് നബിയിലെത്തി. നൂഹ് നബി കപ്പലിൽ ഊഫാൻ എന്ന വെള്ളപ്പൊക്കമുള്ള ഉണ്ടായപ്പോ നൂഹ് നബി കപ്പലിലായപ്പോ നബി തങ്ങളെ നൂഹ് നബിയുടെ മുതുകിലായിരുന്നു. ഇബ്രാഹിം നബിയെ തീയിലെറിഞ്ഞപ്പോ ഇബ്രാഹിം നബിയുടെ മുതുകിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറുണ്ടായിരുന്നു. നമ്മളെ മങ്കൂസ് മൗലിദിലും മറ്റു മൗലിദിലും ഒക്കെ ഉള്ളതാണ്. മുജാഹിദുകൾ പറയും ഇത് ശുദ്ധ അസംബന്ധമാണ്, ഇങ്ങനെ ഇല്ല. വലം യസൽ യൻഖുലു ഫീ സുറീ റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറാ. നല്ല നല്ല പിതാക്കന്മാരുടെ മുതുകുകളിലൂടെ അള്ളാഹു എന്നെ നീക്കിക്കൊണ്ടിരുന്നു. ഇലൽ അർഹാമിൽ സകിയ്യത്തി ത്വാഹിറാ. സംശുദ്ധരായ സ്ത്രീകളുടെ ഗർഭാശയത്തിലേക്ക് അള്ളാഹു എന്നെ നൂറിനെങ്ങനെ നീക്കിക്കൊണ്ടിരുന്നു. മങ്കൂസ് മോദിലെടുക്കാം. ഇത് കളവാണെന്നും സഹോദരന്മാരെ ഇത് ശരിയല്ലെന്നുമാണ് മുജാഹിദുകൾ പറയാറ്. ശറഫുലമൗലിദിൽ നമ്മൾ വരികളിലായി പാട്ടായിട്ട് പദ്യമായിട്ടാണ് ഇത് പറയാറുള്ളത്. നമുക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറ് അത് വലിയ വലിയ നല്ലവരായ മഹാത്മാക്കളായ ആളുകളുടെ മുതുകുകളിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ എല്ലാ മൗലിദിലും സുബ്ഹാന മൗലിദിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ പ്രാമാണിക വശം എന്താണ് നമുക്കൊന്ന് പരതി നോക്കാം. ഹദീസിൽ ഇതുണ്ടോ ഇല്ലേ? നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾ പറയുന്നത് വാറോലയാണ്, കള്ളക്കഥയാണ്. അല്ല സഹോദരന്മാരെ, ഹദീസുകളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഹാഫിദ് ബിൻ ഹജർ അൽ-അസ്ഖലാനിയുടെ അൽ മസാരിബുൽ ആലിയ, അതുപോലെ ഹാഫിദ് ഇബ്നു കസീറിന്റെ താരിഖ് മദീനത്ത് ദിമഷ്കിൽ എന്ന ഗ്രന്ഥം, അതുപോലെ ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായ വൻ നിഹായ, എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്താ? ആദം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഫിദാക അബീ വ ഉമ്മീ അയിന കുന്തവ ആദമു ഫിൽ ജന്ന. നബിയെ, ആദം നബി സ്വർഗത്തിലായിരുന്നപ്പോ തങ്ങൾ എവിടെയായിരുന്നു നബിയെ? കാലബത്തമ, നബി തങ്ങൾ പുഞ്ചിരിച്ചു. ഹത്താ ബദത്തിന് വാജിദുഹു, നബി തങ്ങളുടെ ആ പല്ലുകൾ വെളിപ്പെടുന്നത് വരേക്കും റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, റസൂലുള്ള പറയാം, കുന്തു ഫീ സുൽബിഹി, ഞാൻ ആദം നബിയുടെ മുതുകിലായിരുന്നു. വറകിബ ബി അസ്സഫീന, ബഹുമാനപ്പെട്ട ഫീ സുൽബി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലായിരിക്കവേ നൂഹ് നബി എന്നെയും കൊണ്ട് കപ്പലിൽ കയറുകയുണ്ടായി. അപ്പൊ നൂഹ് നബി കപ്പലിലായപ്പോ നൂഹ് നബിന്റെ മുതുകിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇബ്രാഹിം നബി തീയിലെറിയപ്പെട്ടപ്പോ എന്നെയും ഞാൻ ആ മുതുകിലുണ്ടായിരുന്നു. ഞാനും ആ ഇബ്രാഹിം നബിയുടെ മുതുകിലൂടെ ആ തീയിലുണ്ടായിരുന്നു. ഇത് റസൂലുള്ള പറയുകയാണ്. മുജാഹിദുകൾ പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ഇബ്രാഹിം നബിയുടെ മുതുകിലുണ്ടായിരുന്നു. ഇത് കള്ളക്കഥയാണ്. എത്ര ആളുകളാണ്, എത്ര മൗലവിമാരാണ് ഇതിനു വേണ്ടി സമയം ദുരുപയോഗപ്പെടുത്തുന്നത് സഹോദരന്മാരെ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ ആദം നബിയിൽ നിന്ന് നൂഹ് നബിയിലേക്ക്, നൂഹ് നബിയിൽ നിന്ന് ഇബ്രാഹിം, ഇങ്ങനെ പ്രവാചകന്മാരിലൂടെ എന്നെ അല്ലാഹു എന്റെ മാതാപിതാക്കളിലേക്ക് എത്തിക്കുകയുണ്ടായി എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഇതേ ആശയം ബഹുമാനപ്പെട്ട ഖുറൈബ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു സന്ദർഭത്തിൽ, തബൂക്കിൽ നിന്ന് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലെത്തി. ആ സന്ദർഭത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ ചെന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നി ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു തങ്ങളെ ഒന്ന് മദ്ഹ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഒന്ന് കീർത്തനം നടത്തണം, തങ്ങളെ മഹത്വം ഒന്ന് പാടിപ്പുകഴ്ത്താൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ പാടട്ടെയോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖുൽ ലാ യുഖ്ദിനില്ലാഹു ഫാഖ്, അല്ലാഹുവിന്റെ വാഴക്ക് ഭംഗമൊന്നും വരുത്താതിരിക്കട്ടെ, നീ നന്നായി പാടൂ. റസൂലുള്ള പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്.
ആ സന്ദർഭത്തിൽ സഹോദരന്മാരെ അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നബിയോട് സംബോധനയായി പാടുകയാണ്, പറയുകയാണ്. മിൻ ഖബലിഹാ ത്രിബ്ത ബിൽവിലാലി വഫി മുസ്തൗദിഇൻ ഹൈസു യുഖ്സിഫുൽ വറഖു ثم هبط البلاد لا بشر أنت ولا مضغة ولا علق. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, നബിയെ തങ്ങൾ സ്വർഗത്തിൽ ആദം നബി സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഭൂമി എത്തിയപ്പോ തങ്ങളും ഭൂമിയിലേക്ക് പോന്നല്ലോ, നബിയെ ഇറങ്ങിയല്ലോ. ലാ ബസറുൻ അൻത വലാ മുദ്ഗത്തുൻ വലാ അലഖു. അന്ന് തങ്ങൾ മനുഷ്യനായിട്ടില്ല, രക്തമോ അല്ലെങ്കിൽ മാംസകഷ്ടമോ ഒന്നും ആയിട്ടില്ല തങ്ങൾ. ആ അവസ്ഥയിൽ തങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ആദം നബിയോടുകൂടെ. പിന്നെ എങ്ങനെയാണ് തങ്ങൾ ബീജമായിരുന്നു, ബീജത്തുള്ളിയായിരുന്നു. ഇനി ശരിക്കും ശ്രദ്ധിക്കുക, എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. തങ്ങളും കപ്പലിലായിരുന്നു. നോക്കൂ, ഇങ്ങനെ വിശദമായ അങ്ങനെ ഇബ്രാഹിം നബിയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ തങ്ങൾ ഇബ്രാഹിം നബിയിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് തങ്ങൾ മുതുകിൽ ഉണ്ടായിരിക്കവേ എങ്ങനെയാണ് ഇബ്രാഹിം നബി കരിയുക? ഒരിക്കലും കരിയില്ലല്ലോ. ഇതാരാ പറയുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇതാരാ എന്തപ്പോ പറയണത്? ആരപ്പോ പ്രസംഗിക്കണത്? അലവി സക്കാഫിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നൂറ്. അപ്പൊ ഇങ്ങനെ വെയിറ്റ് അടിച്ച് നിൽക്കുക മാത്രല്ല നൂറ് എന്ന് പറഞ്ഞാല്. നൂറ് എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറുള്ളതുകൊണ്ട് കരിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നൂറുള്ളത് പിന്നെ അത് ഈച്ച പ്രാണികൾ ഇരിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറിന്റെ പ്രത്യേകതയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് നൂറിന്റെ പ്രത്യേകതകളാണ് ഈ പറയുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിലുണ്ടായിരുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിട്ടപ്പോൾ പോലും കത്തിയില്ല. അത് ആരാ പറയണു? അലി സക്കാഫിയാണ് നമ്മോട് പറയുന്നത്. ആര് പറഞ്ഞതാണ് അലി സക്കാഫി പറയണു? ഇൻഷാ അല്ലാഹ് ബാക്കിയും കൂടി കേൾക്കും. ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ നിങ്ങളെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പഴയ കാലത്ത് ഇതൊക്കെ ഇനിയിപ്പോ പറയാൻ കഴിയുമോ? നൂറിന്റെ വയല് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് നൂറ് എന്നൊരർത്ഥത്തിലും ഭൗതികമായും ആത്മീയമായും നൂറ് എന്ന് കേട്ടപ്പോൾ നിങ്ങൾ നട്ടു തുടങ്ങി. മറ്റേത് നമ്മളെ 100 മൗലവി 100 കോടി അടിച്ചു കൊണ്ടതോടുകൂടി നിങ്ങൾ 100 കേൾക്കുമ്പോൾ അതിന് ഭൗതികമായി നെട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആത്മീയമായും കൂടി നിങ്ങൾ നെട്ടു തുടങ്ങി. മാനസികമായും ശാരീരികമായും എന്ന് പറയും. നിങ്ങൾക്ക് തീർക്കാം. അല്ലാഹുവേ, മാനസികമായ നൂറിന്റെ പീഡനങ്ങളിൽ നിന്നും ശാരീരികമായ പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാഹ് തീർക്കേണ്ടി വരും. അല്ലേ? അപ്പോ ആ നൂറുണ്ടെങ്കിൽ ലൈറ്റ് അടിച്ചതല്ല. ഇബ്രാഹിം നബി ഇങ്ങനെ ലൈറ്റ് അടിച്ച് നടക്കല്ലായിരുന്നു. എന്താ ചെയ്യാ? ആ നൂറുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുക. കേട്ടോളി, എന്താണ് നൂറ് എന്ന് മനസ്സിലായിക്കോളൂ. തങ്ങളും കപ്പലിലായിരുന്നു. നോക്കൂ, ഇങ്ങനെ വിശദമായ അങ്ങനെ ഇബ്രാഹിം നബിയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ തങ്ങൾ ഇബ്രാഹിം നബിയിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് തങ്ങൾ മുതുകിൽ ഉണ്ടായിരിക്കവേ എങ്ങനെയാണ് ഇബ്രാഹിം നബി കരിയുക? ഒരിക്കലും കരിയില്ലല്ലോ. ഇതാരാ പറയുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കി ഇങ്ങനെ കിളിപ്പിക്കുക. മൗലിദ് ഓതുകയാണ്, മാല ചൊല്ലുകയാണ്, ബെയ്ത്ത് ചൊല്ലുക. അപ്പൊ റസൂലുള്ളാഹി തങ്ങള് ഇതൊക്കെ ശിർക്കാണ്, ബിദ്അത്താണ്, അനാചാരമാണ്, നിർത്തണോ? പറഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് ആയിരുന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാരെ, ഈ ഹദീസ് ഇമാം തബറാനി തന്റെ മുഅ്ജമുൽ കബീറിൽ 4-ാമത്തെ വാല്യം 213-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്കിൽ 4391 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി തന്റെ ദലായിലുൻ നുബുവയിൽ, ഹാഫിദ് ഇബ്നുൽ അസീർ തന്റെ ഉസൂലുൽ ഖാദയിൽ, ഇമാം ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ തന്റെ അൽ-ഇസ്തിയാബിൽ എല്ലാ പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അലൈഹിസ്സലാത്തു വസ്സലാം തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ തങ്ങൾ ഇബ്രാഹിം നബിയിലുണ്ടായി.
തങ്ങളും കപ്പലിലായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വിശദമായ അങ്ങനെ ഇബ്രാഹിം നബിയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ തങ്ങൾ ഇബ്രാഹിം നബിയിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് തങ്ങൾ മുതുകിൽ ഉണ്ടായിരിക്കവേ എങ്ങനെയാണ് ഇബ്രാഹിം നബി കരിയുക? ഒരിക്കലും കരിയില്ലല്ലോ. ഇതാരാ പറയുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കി ഇങ്ങനെ കിളിപ്പിക്കുക, മൗലിദ് ഓതുകയാണ്, മാല ചൊല്ലുകയാണ്, ചെയ്ത്ത് ചെല്ലുക. അപ്പൊ റസൂലുള്ളാഹി തങ്ങള് ഇതൊക്കെ ശിർക്കാണ്, ബിദ്അത്താണ്, അനാചാരമാണ്, നിർത്തണോ? പറഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങൾ ദ്വാരന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാരെ, ഈ ഹദീസ് ഇമാം തബറാനി തന്റെ മുഅ്ജമുൽ കബീറിൽ 4-ാമത്തെ വാല്യം 213-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്കിൽ 4391 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി തന്റെ ദലായിലുൽ നുബുവയിൽ, ഹാഫിദ് ഇബ്നുൽ ലസീർ തന്റെ ഉസൂലുൽ ഗാബയിൽ, ഇമാം ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ തന്റെ അൽ-ഇസ്തിയാബിൽ എല്ലാ പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അലൈഹിസ്സലാത്തു വസ്സലാം തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ തങ്ങൾ തങ്ങൾ ഇബ്രാഹിം നബിയിലുണ്ടായിരുന്നു. തങ്ങളും കപ്പലിലായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വിശദമായ അങ്ങനെ ഇബ്രാഹിം നബിയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ തങ്ങൾ ഇബ്രാഹിം നബിയിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് തങ്ങൾ മുതുകിൽ ഉണ്ടായിരിക്കവേ എങ്ങനെയാണ് ഇബ്രാഹിം നബി കരിയുക? ഒരിക്കലും കരിയില്ലല്ലോ. ഇതാരാ പറയുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കി ഇങ്ങനെ കിളിപ്പിക്കുക, മൗലിദ് ഓതുകയാണ്, മാല ചൊല്ലുകയാണ്, ചെയ്ത്ത് ചെല്ലുക. അപ്പൊ റസൂലുള്ളാഹി തങ്ങള് ഇതൊക്കെ ശിർക്കാണ്, ബിദ്അത്താണ്, അനാചാരമാണ്, നിർത്തണോ? പറഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങൾ ദ്വാരന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാരെ, ഈ ഹദീസ് ഇമാം തബറാനി തന്റെ മുഅ്ജമുൽ കബീറിൽ 4-ാമത്തെ വാല്യം 213-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്കിൽ 4391 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി തന്റെ ദലായിലുൽ നുബുവയിൽ, ഹാഫിദ് ഇബ്നുൽ ലസീർ തന്റെ ഉസൂലുൽ ഗാബയിൽ, ഇമാം ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ തന്റെ അൽ-ഇസ്തിയാബിൽ എല്ലാ പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാത്മാക്കളായ പ്രവാചകന്മാരുടെ മുതുകുകളിലൂടെയാണ് അബ്ദുള്ള ആമിന ദമ്പതികളിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത് വാറോലയല്ല, അത് കള്ളക്കഥയല്ല, അതിന് ചരിത്രങ്ങളുടെ പാരമ്പര്യവും പിന്തുണയുമുണ്ട് എന്ന കാര്യം സഹോദരന്മാരെ നമ്മളൊക്കെ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദുകളിലുള്ള നാം ഉരുവിടുന്ന പരാമർശങ്ങൾ ഏതുണ്ടോ അതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കിത് ബോധ്യപ്പെടും. ഓരോന്ന് പറയുമ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം 2 ദിവസം 10 ദിവസം പ്രസംഗിച്ചാൽ ഇത് മതിയാവുകയില്ല. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. മൗലിദുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മൗലിദുകളിലും മാലകളിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ജനിക്കുന്നതിന്റെ മുമ്പുള്ള സംഭവ വികാസം, അവർ ഭൂമിലോകത്തേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ, പിറന്നു വീഴുന്നതിന് മുമ്പുള്ള സംഭവ വികാസങ്ങൾ. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുമായി ബന്ധപ്പെട്ട വിഷയം. അത് റസൂലുള്ള ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള വിഷയങ്ങളാണ്. എന്നാൽ അതുപോലെ തന്നെ നമുക്കറിയാം, മഹാത്മാക്കളായ ഔലിയാക്കളുടെ കഥകളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവരുടെ ഒക്കെ സംഭവങ്ങളിൽ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നതിന്റെ മുമ്പ് അവർ വലിയ സംഗതികൾ പ്രവർത്തിക്കുകയും പ്രഖ്യാപിക്കുകയും ആശയപരമായി അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തത് മാലകളിലും മൗലിദുകളിലും നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ മാലയെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത് കാണാം, അദ്ദേഹത്തിന്റെ തന്റെ ഫുതൂഹുൽ ഗൈബിൽ പറയുന്നത് കാണാം, വലനൽ വിലായതു മിൻ അലസ്തു ബിറബ്ബികും
وإمامنا المهدي فهو ختامنا. എനിക്ക് വിലായത്ത്, ഈ വലിയാവുക എന്ന പദവി, സൃഷ്ടികളെയൊക്കെ അല്ലാഹു ആലമുൽ അർവാഹിൽ ഒരുമിച്ചു കൂട്ടിയ ഒരു ദിവസമുണ്ടല്ലോ, അന്ന് മുതലേ എനിക്ക് ഈ മഹത്വം അല്ലാഹു നൽകിയിരിക്കുന്നു. അപ്പൊ ആലമുൽ അർവാഹിൽ വെച്ച് തന്നെ മഹാനവറുകൾ വലിയ ഉന്നത സ്ഥാനമുണ്ട് എന്ന് പറയും. ഇനി നിങ്ങൾ നോക്ക്, നമ്മുടെ മുഹയ്യദ്ദീൻ മാലെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, കുതുബായി വന്നോവർ വാനം മതേലിയിലും കേളി മികച്ചോവർ. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പാപ്പയുടെ മുതുകിലായിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം കുതുബായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പാപ്പയുടെ മുതുകിലായിരിക്കുമ്പോ തന്നെ കുതുബായിരുന്നു. മുതുകിന് കുതുബായി വന്നോവർ വാനം മതേലിയിലും കേളി മികച്ചോവർ. എന്നാൽ റിഫായിമാലയിൽ കാണാം ഇതേ ആശയം തന്നെ. റിഫായിമാലയിൽ കാണാം, മുതുകീല മറന്നോരു നേരത്ത് ബാഷും ബൗസന്ന മഖാമെന്ന് ചൊന്നോവർ. ഞാൻ ബാപ്പയുടെ മുതുകിലായിരുന്ന സന്ദർഭത്തിൽ എനിക്ക് ഹൗസ് എന്ന പദവി ഉണ്ടായിരുന്നു, വലിയ മഹത്വമാർന്ന പദവി ഉണ്ടായിരുന്നു. അപ്പൊ ഭൂമി ലോകത്തേക്ക് പിറന്ന് വീഴുന്നതിന്റെ മുമ്പ് തന്നെ വലിയ ഹൗസും അതുപോലെ കുത്തുബുമായിട്ടുള്ള വലിയ വലിയ പദവികളും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു എന്നൊക്കെ ഒരുപാട് ആലകളിലും മൗലികകളിലും കാണാം. പുരാണികൾ പറയും, എന്താണ് ഭൂമിയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഇവയുടെ അധികാര വിനിയോഗങ്ങളും പരിപാടികളും നടക്കുകയാണ്. ഇത് ഖുർആനിലോ സുന്നത്തിലോ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് മുമ്പ് ഇങ്ങനെ സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ വിഷയങ്ങൾ പറയുകയോ ചെയ്ത വല്ല കഥകളുമുണ്ടോ എന്ന് പലപ്പോഴും സാധാരണക്കാരെ വെട്ടിലാക്കാൻ വേണ്ടി അവർ ചോദിക്കുന്നത് കേൾക്കാൻ കഴിയും. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ എടുത്ത് പരതിയാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ നൂർ എന്താണെന്ന് ഇങ്ങനെ വിശദീകരണങ്ങളാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തീയില് വീണാലല്ല, അറിയാതെ തീക്ക് തട്ടി മുട്ടി വീണാലല്ല, റസൂലുള്ളാഹിന്റെ നൂറുണ്ടെങ്കിൽ തീയിലേക്ക് വലിച്ചണ്ട് എറിഞ്ഞാലും എങ്ങനെ ഇടുകയല്ല അല്ലേ? ഇടുക മാത്രല്ല, ഇവിടുന്ന് അങ്ങോട്ട് അമ്പ ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടാലും കത്തൂലെന്നുള്ള ഹുക്കുമിനോട് ഞാൻ യോജിക്കുന്നില്ല അല്ലേ? കത്തൂലെന്നുള്ള ഹുക്കുമിനോട് ഞാൻ യോജിക്കുന്നില്ല. ഉറപ്പല്ലേ? ദാറുൽ ഹിന്ദൊക്കെ അൽഹംദുലില്ലാ അവിടേക്ക് എത്തിയാലോ? ഉറപ്പാണ്, ഉറച്ച വിശ്വാസം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മളെ ഈ പ്രവർത്തനങ്ങൾ വിജയിച്ചതിന്റെ തെളിവാണത് അല്ലേ? ഒരു ഉറപ്പില്ലാത്ത മനുഷ്യന്മാരൊക്കെ ഇപ്പൊ ഉറപ്പല്ലേ എന്ന് പറയൽ തുടങ്ങി. അൽഹംദുലില്ലാ, അതന്നെയല്ലേ നമുക്ക് നമ്മളെ വിശ്വാസം. അത് തന്നെയാണ് സുന്നികളെ വിശ്വാസം. നേരില്ല എന്നും അതുപോലെ തന്നെ കത്തുകയില്ല എന്നുമാണ് സുന്നികളെ വിശ്വാസം എന്ന് പറഞ്ഞു ദാറുൽ ഹിന്ദ്. ഇന്നലെ അപ്പുറത്തുള്ള വിശ്വാസമാണ് അല്ലേ കത്തും എന്ന് പറയുന്നതും. അതുപോലെ തന്നെ കത്തിച്ച് പരിശോധിച്ച് നോക്കി തീരുമാനമാക്കുന്നതിന് ദീനിൽ തെളിവില്ല എന്നാണ്. കത്തൂല എന്നുള്ള സാധനം കത്താത്തൊരു സാധനമാണെന്ന് പറഞ്ഞാല് കത്തിച്ച് നോക്കാൻ പറ്റൂല. ഇത് ആ പറഞ്ഞ കത്താത്ത സാധനം തന്നെയാണ്. ഇത് പറഞ്ഞ കത്താത്ത സാധനത്തല്ല, അത് വേറെയാണെന്ന് നമ്മൾ പറയാം. അത് തന്നെയാണെന്ന് പറയാം. ഇന്നത് കത്തുമല്ലേ, എന്നാ കത്താത്തത് കാണിച്ചെന്നാ കത്താത്തതാ കാണിച്ചു തരുന്നത്. കത്താത്തത് കാണിച്ചു തരിക അല്ലേ? അതൊരു ബഹുമാനാണ്, അത് സാധനമല്ല, കാര്യമല്ല. ഈ ബഹുമാനം എന്ന് പറഞ്ഞാൽ ദാറുൽ ഹിന്ദിന്റെ നുണ പറയലാണ് ഈ ബഹുമാനം. അതെങ്ങനെ ഉണ്ടാക്കി പറയാം? വെറുതെ ഉണ്ടാക്കി പറച്ചിലാണ്. വിശ്വാസം എന്ന് പറയുന്ന സാധനമല്ല, ബഹുമാനത്തിന് ഉണ്ടാക്കി പറയലേ. വളരെ വിശ്വാസം അതാണ്. മറ്റേതോ നമ്മളെ വിശ്വാസമല്ല. എന്റെ പ്രിയപ്പെട്ട, അതാണ് ആ ഹുക്കുമിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അവറുകൾ പറഞ്ഞത്. കത്തുകയില്ല എന്ന് കാണിച്ചു കൊടുക്കുക. കത്താത്തൊരു സാധനം കത്തൂല എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. ആ കാണിച്ചു കൊടുക്കുന്ന അത് തെറ്റാണ് എന്ന് പറയുന്ന ഹുക്കുമുണ്ടല്ലോ, അത് ശരിയല്ല എന്ന് പറയുന്ന, അത് ഹറാമാണെന്ന് പറയുന്ന, നിഷിദ്ധമാണെന്ന് പറയുന്ന ഹുക്കുമ്, ആ ഹുക്കുമിനോട് ഞാൻ യോജിക്കുന്നില്ല. കത്തൂല എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? പക്ഷെ ഇവിടെ സാധനം കത്തും, അത് വേറെ വിഷയമാണ്. ഇത് കത്തുന്നൊരു സാധനമാണ്, അതാണ് മൂപ്പര പ്രശ്നം.
കത്താത്തൊരു സാധനം കത്തൂലാന്ന് കാണിച്ചു കൊടുക്കുന്നത് തെറ്റാണ് എന്ന ഏപ്പിയുടെ ഹുക്കുമുണ്ടല്ലോ, ആ ഹുക്കുമിനോട് ഞാൻ യോജിക്കുന്നില്ല. അതാണ് ഇപ്പോൾ നമ്മൾ ഉസ്താദ് പറഞ്ഞത്. ഓക്കെ.